എത്തുന്നില്ലേ ഉള്ളൂ. ആ സമയത്ത് ബാക്കി കാര്യങ്ങൾ പറയാം. ഇന്നല്ലാഹ അസ്സ വജല്ല ഖാല ലി മൂസ, മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, യാ മൂസ ഇദാ റഅയ്തൽ ഗിന മുഖ്ബിലൻ ഫഖുൽ ദംബുൻ ഉജ്ജിലത് ഉഖൂബതുഹു വഇദാ റഅയ്തൽ ഫഖറ മുഖ്ബിലൻ ഫഖുൽ മർഹബൻ ബിശിആരി സ്വാലിഹീൻ. സമ്പന്നന്മാരായ ആളുകൾ, സമ്പന്നത അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് എന്ന് തെറ്റിദ്ധരിച്ചവർക്ക് മനസ്സിലാക്കാനും, ദാരിദ്ര്യം അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയാണ് എന്ന് തെറ്റിദ്ധരിച്ചവർക്കും ശരിയായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു റിവായത്താണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല സയ്യിദുന മൂസ അലൈഹിസ്സലാമിനോട് പറയാണ്, യാ മൂസ, മൂസ നബിയെ, ഇദാ റഅയ്തൽ ഗിന മുഖ്ബിലൻ, സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകി വരുന്നത് കണ്ടാൽ, ഫഖുൽ, നിങ്ങളോട് തന്നെ പറയണേ, ദംബുൻ ഉജ്ജിലത് ഉഖൂബതുഹു, ഇത് ഞാൻ ചെയ്ത ഒരു തെറ്റിൻ്റെ ശിക്ഷ നേരത്തെ എനിക്ക് ദുന്യാവിൽ തന്നെ കിട്ടിയതാണ് എന്ന് പറയണം. നമ്മൾ വിശദീകരിക്കാം. വഇദാ റഅയ്തൽ ഫഖറ മുഖ്ബിലൻ, ദാരിദ്ര്യം മുന്നിട്ട് വരുന്നത് കണ്ടാൽ, പൈസയില്ല, ദാരിദ്ര്യമാണ്, ജോലിയില്ല, ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, അങ്ങനെ കാണുകയാണെങ്കിൽ ഫഖുൽ, നിങ്ങൾ പറയണം, മർഹബൻ ബിശിആരി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ അടയാളമേ, സ്വാലിഹീങ്ങളുടെ സ്വഭാവമേ, നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ആ ദാരിദ്ര്യത്തെ നിങ്ങൾ സ്വീകരിച്ചേക്കണം, അത് സ്വാലിഹീങ്ങളുടെ ഷിആറിൽപ്പെട്ടതാണ് എന്ന് സയ്യിദുന മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു ജല്ല ജലാലു പറയുന്നതായിട്ടാണ് ഒരു റിവായത്ത് മഹാനായ കഅബ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇതാലോചിച്ച് നോക്കൂ, വലിയ കൗതുകമുള്ള വിഷയമാണ്. യാ മൂസ ഇദാ റഅയ്തൽ ഗിന മുഖ്ബിലൻ, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, സമ്പത്ത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് ഉപയോഗിക്കുകയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വജഹിൽ അതിനെ ചെലവഴിക്കുകയും സമ്പത്ത് കൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെടാൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നിഅമത്താണ്. പക്ഷെ ഇവിടെ പറയുന്ന ഗിനൻ എന്ന് പറയുന്നത് മൂസ നബി അലൈഹിസ്സലാമിനോടുള്ള ഉപദേശമല്ല, ഇത് ജനങ്ങളോടുള്ള ഉപദേശമാണ്. നമ്മളെല്ലാ അമ്പിയാക്കന്മാരിലും വിശ്വസിക്കുന്നവരാണ്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി. നമ്മൾ അള്ളാഹുവിൻ്റെ മുർസലീങ്ങളിലും കിതാബിലുമൊക്കെ വിശ്വസിക്കുന്നവരാണ്. എല്ലാ അള്ളാഹുവിൻ്റെ അമ്പിയായിനും അള്ളാഹു കൊടുത്ത വഹയ് ഖൈറായ, സ്വാലിഹായ, അജ്ലായ, ഹുദയുടെ സന്മാർഗത്തിൻ്റെ വഹയാണ്. അപ്പം അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങളിലൂടെയോ അവരുടെ വിശേഷണങ്ങളിലൂടെയോ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട അറിവാണ് എന്നർത്ഥം. അപ്പോൾ സമ്പത്ത് ഒരാൾക്ക് വരുന്നു, ആ സമ്പത്ത് ഒരാളുടെ പരീക്ഷണമായി മാറുന്നു. സമ്പത്ത് വരുന്നതോടുകൂടെ ഒരാൾ തിരക്കാവുന്നു, ആ തിരക്ക് കാരണം ജമാഅത്ത് കിട്ടുന്നില്ല, നിസ്കരിക്കാൻ പറ്റുന്നില്ല, സുബഹിൽ കിട്ടുന്നില്ല, സ്വതക്ക ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് അകലുകയാണെങ്കിൽ ആ സമ്പത്ത് ദുന്യാവിൽ അള്ളാഹു നൽകുന്ന ഒരു ശിക്ഷയാണ്. ദംബുൻ ഉജ്ജിലത് ഉഖൂബതുഹു, ദുന്യാവിൽ അള്ളാഹു നൽകുന്ന നമ്മൾ ചെയ്തു പോയ ഒരു തെറ്റിൻ്റെ ശിക്ഷയാണ് അതെന്ന് അള്ളാഹു ജല്ല ജലാലു. പൈസയുള്ള ഒരുപാട് ആളുകൾ ലോകത്തുണ്ടാവും. നമ്മളിപ്പോൾ ഈ ഗൾഫ് നാട്ടിലൊക്കെ ജീവിക്കുമ്പോൾ, പ്രവാസികളായി ജീവിക്കുമ്പോൾ ആകെ തലയിൽ വരുന്ന ആദ്യത്തെ ചോദ്യം തന്നെ പൈസ, വരുമാനം, ജോലി, കച്ചവടം, ഇതായിരിക്കും. നാട്ടിലും അതൊക്കെ തന്നെയാണ്. പക്ഷേ നാട്ടിൽ അതിലും വലിയ കുറേ മുസീബത്തുകൾ ആലോചിക്കാനുള്ളത് കൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ നേരം കിട്ടൂല. മനുഷ്യൻ്റെ മുമ്പിലേക്ക് സമ്പത്ത് അനിയന്ത്രിതമായി വരുന്നു, അല്ലെങ്കിൽ സമ്പത്തിന് ഒരു മുടക്കും ഒരു പ്രയാസവുമില്ലാതെ എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്നതിലും അപ്പുറം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനാണെങ്കിലോ അള്ളാഹുവിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് ദംബുൻ ഉജ്ജിലത് ഉഖൂബതുഹു, അത് ചെയ്തു പോയ തെറ്റിന് അള്ളാഹു ഈ ലോകത്ത് നൽകുന്ന ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കണം. വഇദാ റഅയ്തൽ ഫഖറ മുഖ്ബിലാ, ദാരിദ്ര്യം കൊണ്ട് രണ്ടെണ്ണം സംഭവിക്കും. ദാരിദ്ര്യം കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാനും പറ്റും, ദാരിദ്ര്യം കുഫറിലേക്ക് വരെ എത്തിക്കുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൽ ഫഖറ യുഅദ്ദി ഇലൽ കുഫർ, അൽ ഫഖറു യുഅദ്ദി ഇലൽ കുഫരി. ദാരിദ്ര്യം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ കുഫരി, അങ്ങനെ തന്നെ ദുആയിൽ കാണാൻ പറ്റും. അള്ളാഹുവെ
കുഫറിൽ നിന്ന്, നിന്നെ നിഷേധിക്കുന്ന, നീ ഇല്ല എന്ന് പറയുന്നൊരു വിശ്വാസത്തിലേക്ക് പോകാതെ കാത്തുകൊള്ളണമേ. പിന്നെ പറയുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് കാക്കണമേന്ന്. ദാരിദ്ര്യം എന്ന് പറയുന്നത് അൺഫുൾഫിൽഡ് വോൺസ്, നമ്മുടെ നിർവഹിക്കപ്പെടാത്ത, ഇനിയും സാധിച്ചിട്ടില്ലാത്ത നമ്മുടെ ആവശ്യങ്ങൾക്കാണ് ഈ ദാരിദ്ര്യം എന്ന് പറയാം. വീട് വേണം, ഒരു ചെറിയൊരു വീടെങ്കിലും താമസിക്കാൻ വേണം, അത് സാധിച്ചിട്ടില്ല, അവിടെ ഒരു ദാരിദ്ര്യമുണ്ട് അല്ലേ. ജോലി വേണം, എന്നാലേ റൂമിന് റെൻ്റ് കൊടുക്കാൻ പറ്റുള്ളൂ, ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ, ആയിട്ടില്ല, അതൊരു ദാരിദ്ര്യമാണ്. ഒരു ആവശ്യം നിർവഹിക്കപ്പെടാതിരിക്കലാണ്. അതിനാണ് ഫഖർ, ദാരിദ്ര്യം എന്ന് പറയാം. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടത്, സമ്പന്നന്മാർ ഒരുപക്ഷെ ദരിദ്രന്മാരായി മാറും. സമ്പത്ത് എന്ന് പറയുന്നത്, സമ്പത്തുള്ള ഒരാൾക്ക് എനിക്കിത് പോരാ, എനിക്ക് ഇനിയും വേണം എന്ന് പറയുന്നത് അയാളുടെ ആവശ്യങ്ങൾ ഇനിയും നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്ന തോന്നലാണ്. അതുകൊണ്ട് അതിനെയാണ് ഇംഗ്ലീഷിൽ, ലാംഗ്വേജിൽ, സോഷ്യോളജിയിൽ പോവർട്ടി എന്ന് പറയാം. അതാണ് ദാരിദ്ര്യം. എനിക്ക് പോരാന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്. ആ വലിയ പണക്കാരൻ ചിലപ്പോൾ ദരിദ്രനായി മാറിയെന്ന് വരും ഈ വാക്കിലൂടെ ഉദ്ദേശിക്കുമ്പോൾ. എനിക്കിപ്പോഴും മതിയായില്ല, എൻ്റെ കാര്യം ഇപ്പോഴും സാധിച്ചില്ല എന്ന് വിചാരിക്കുന്നത്. ഇദാ റഅയ്തൽ ഫഖറ മുഖ്ബിലൻ, ദാരിദ്ര്യമാ വരുന്നത്. ദാരിദ്ര്യം കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റും. ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു പക്ഷേ കുറേ ദിക്ർ ചൊല്ലും. അപ്പോൾ ആരുടെ ഉസ്താദ്മാർ ചോദിക്കും, പഠിച്ചവനെ എന്തെങ്കിലും ചൊല്ലാനുണ്ടോ ഉസ്താദേ, ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ, പ്രയാസത്തിലാണ്, എവിടെയും ഒരു കാര്യം നടക്കുന്നില്ല, അങ്ങോട്ട് എത്തും അപ്പോഴേക്ക് തട്ടിപ്പോകും, ഇൻ്റർവ്യൂക്ക് വിളിക്കും പിന്നെ വിളിക്കണില്ല, CV പോലും ആരും തുറന്നു നോക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ചൊല്ലാനുണ്ടോ? അപ്പോൾ സൂറത്തു യാസീൻ ലിമാ ഖുരിഅല, യാസീൻ നിങ്ങൾ എന്ത് ഉദ്ദേശിച്ച് ഓതുന്നു അതിനുള്ളതാ. നബി ഉസ്താദ്മാർ പറഞ്ഞതിനെ കുറിച്ച് യാസീൻ ഓദിക്കോ, അല്ലെങ്കിൽ ഇന്ന ദിക്ർ ചൊല്ലിക്കോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ ചൊല്ലിക്കോ. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക് എന്ന ദിക്ർ ചൊല്ലിക്കോ. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അസ്മത്തു അംരി, ആ ദിക്ർ ചൊല്ലിക്കോ. ഇങ്ങനെ തുടങ്ങി അദ്കാറുകൾ മനുഷ്യൻ പതിവാക്കാൻ തുടങ്ങും. ചില ആൾക്കാരൊക്കെ ഒന്നും കൂടെ അങ്ങ് പേടിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, സുബഹിൻ്റെ 1 മണിക്കൂർ എഴുന്നേറ്റ് നിസ്കരിച്ച് തുടങ്ങിക്കോന്ന് പറയും. അപ്പോൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും നിസ്കാരം തുടങ്ങും. അതുവരെ തഹജ്ജുദൊന്നും നിസ്കരിച്ചിട്ടില്ലാത്ത ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഒന്നും കൂടെ ഉഷാറാക്കാൻ വേണ്ടി ഡെയിലി ഒരു അൽബക്കർ ഓദിക്കുമെന്ന് പറഞ്ഞാൽ ഇരുന്ന് ഓതും, ജോലി കിട്ടണവരെ അന്ന് നിർത്തും ചെയ്യും, ഇൻ്റർവ്യൂ പാസ്സായാൽ നിർത്തും ചെയ്യും. മനുഷ്യൻ ഒരു ദാരിദ്ര്യത്തിലൂടെ പോകുമ്പോൾ പടച്ചവനിലേക്ക് അടുക്കാനുള്ള വഴിയുണ്ട്. ഈ അസുഖങ്ങൾ അങ്ങനെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് അങ്ങനെ അസുഖം വന്നിട്ടോ ദാരിദ്ര്യം വന്നിട്ടോ അള്ളാഹുലേക്ക് അടുക്കുന്നൊരവസ്ഥ വരരുത്. അങ്ങനെയല്ല, അതിന് മുമ്പേ അടുക്കണം. തഅറഫ് ഇലല്ലാഹി ഫിർറഖാ യഅരിഫക ഫിദ്ദറാ. സമ്പത്തുണ്ടാകുമ്പോഴും ആശ്വാസം ഉണ്ടാകുമ്പോഴും സൗകര്യം ഉണ്ടാകുമ്പോഴും അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാം. എന്നാൽ പിന്നെ പ്രയാസം വരുമ്പോൾ അള്ളാഹു നമ്മുടെ കൂടെ അപ്പോഴും ഉണ്ടാവും. ഒരു പരീക്ഷണം വരുമ്പോൾ അള്ളാഹു കൂടെ ഉണ്ടാവും. അപ്പോൾ ദാരിദ്ര്യം കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയും. ദാരിദ്ര്യം കൊണ്ട് ഒരാൾ മോഷ്ടാവായി മാറാം, ദാരിദ്ര്യം കൊണ്ട് ഒരാൾ വഞ്ചകനായി മാറാം, ദാരിദ്ര്യം കൊണ്ട് ഒരാൾ മറ്റൊരാളുടെ പൈസ അപഹരിച്ചു എന്ന് വരും, ദാരിദ്ര്യം കൊണ്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാം. അയാൾ എന്താ വിചാരിക്കുക, പടച്ചോനെ ഞാൻ നിനക്ക് ഇത്രത്തോളം നിസ്കാരവും സ്വലാത്തും ദിക്റും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല. എൻ്റെ അടുത്ത് കള്ളു കുടിച്ച് കിടക്കുന്നവൻ എൻ്റെ റൂംമേറ്റ്, അവന് നല്ല ജോലിയുണ്ട്, അവന് വണ്ടിയുണ്ട്, അവന് ഭത്തയുണ്ട്, അവന് ട്രാവൽ അലവൻസ് ഉണ്ട്, അവൻ ഫാമിലിനെ കൊണ്ടുവരുന്നു. ഞാനാണെങ്കിൽ 10-15 കൊല്ലമായിട്ട് ഇവിടെ കഷ്ടപ്പെടാൻ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുന്ന ആളല്ലേ പടച്ചോനെ, നീ എന്താ എന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞത് കേൾക്കാത്തത് എന്നൊക്കെ ഒരു മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ കുഫറിലേക്ക് പോയേക്കും. അതുകൊണ്ടാണ് ദാരിദ്ര്യം കുഫറിലേക്ക് എത്തിക്കുന്നു പറയാൻ കാരണം. എത്രയോ ആളുകൾ ഇപ്പോൾ പാവപ്പെട്ട രാജ്യങ്ങളിലൊക്കെ മറ്റു മതവിശ്വാസികൾ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ കിറ്റ് വിതരണം ചെയ്ത് ഇങ്ങോട്ട് പോരിനെന്ന് പറഞ്ഞാൽ അവർ പോകും. കാരണം അവർക്ക് അന്നമാണ് വേണ്ടത്, അവർക്ക് ഭക്ഷണമാണ് വേണ്ടത്, വിശ്വാസത്തെക്കാളും വലുത് അതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലായിരിക്കും അവരുണ്ടായിരിക്കുക. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈമാൻ അത്രത്തോളം ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. ഈമാൻ കുറവും ദാരിദ്ര്യവുമാണെങ്കിൽ കുഫറിലേക്ക് പോകുക സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി പറയുന്നു നോക്കുക, മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയാ, വഇദാ റഅയ്തൽ ഫഖറ മുഖ്ബിലൻ, ദാരിദ്ര്യം നിങ്ങളിലേക്ക് വരുന്നത് കണ്ടാൽ നിങ്ങൾ പറയണേ മർഹബം ബിശിആരിസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ അടയാളമേ നിനക്ക് സ്വാഗതം, സ്വാലിഹീങ്ങളുടെ അടയാളമേ നിനക്ക് സ്വാഗതം എന്ന് പറയണം. സ്വാലിഹീങ്ങളുടെ ഷിആറാണത്. ഇപ്പോൾ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത് ജീവിക്കുന്ന തസൗഫിൻ്റെ ആലിമീങ്ങൾ, മുത്തസവ്വിഫീങ്ങൾ, സൂഫിയാക്കൾ എന്ന് പറയുന്നവർ, യഥാർത്ഥ അള്ളാഹുവിൻ്റെ സൂഫി വര്യന്മാർ വലിയ ദാരിദ്ര്യം ഇഷ്ടപ്പെടുന്ന, ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. റഫാഹിയത്ത് അവർക്ക് വേണ്ട, ആഡംബരങ്ങൾ അവർക്ക് വേണ്ട. അവർ അങ്ങനെ ലളിതമായി ജീവിക്കണമെന്നും പട്ടിണി കിടക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് നോമ്പായിരിക്കും, നോമ്പില്ലെങ്കിലും ഭക്ഷണം കുറവായിരിക്കും. അത് സ്വാലിഹീങ്ങളുടെ അടയാളമാണ്. കാരണം
സമ്പത്ത് എത്ര നമ്മുടെ കയ്യിൽ വരുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹുവിനോട് ഹിസാബിനെ പറയണം. അപ്പോൾ ചോദ്യപേപ്പറിൽ ചോദ്യം കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉത്തരം പറയലേറും. ചോദ്യക്കടലാസ് കൂടുമ്പോൾ ഉത്തരം എഴുതേണ്ട സമയം കൂടുതൽ വേണമെന്ന് വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് പറയും. ഇത് 2 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് 3 മണിക്കൂറെങ്കിലും വേണം. സമ്പത്ത് അങ്ങനെയാണ്. എത്ര സമയം സമ്പത്ത് കൂടുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹുവിനോടുള്ള മുഹാസബ, അള്ളാഹുവിൻ്റെ വിചാരണ വർദ്ധിക്കുമെന്നാണ്. അതുകൊണ്ടാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ആഖിറുൽ അംബിയ ഹിസാബ, അംബിയാക്കന്മാരിൽ അവസാനം വിചാരണ കഴിയുന്ന നബിയാണ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. അത് കുറേ കാലെടുക്കും എന്നതിനർത്ഥമല്ല. അംബിയാക്കന്മാരുടെ ഹിസാബൊക്കെ പെട്ടെന്ന് കഴിയും. അവരുടെ കൂട്ടത്തിൽ ഇച്ചിരി സമയമെടുക്കുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാം, അത് കഴിഞ്ഞാൽ ദാവൂദ് നബി അലൈഹിസ്സലാം. കാരണം അവർ സമ്പത്തുള്ളവരായിരുന്നു. ആ സമ്പത്ത് അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിച്ച, പടച്ചവൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച അംബിയാക്കന്മാരാണ്. അത് കഴിഞ്ഞാൽ യൂസുഫ് അലൈഹിസ്സലാം. ഇവരൊക്കെ ഒരേ സമയം ഭരണാധികാരികളും അംബിയാക്കന്മാരുമായവരാ. പ്രവാചകത്വവും അതുപോലെ തന്നെ ഭരണാധികാരവും കയ്യിലുണ്ടായിരുന്ന നബിമാർ. ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം. വേറെ നബിമാരുണ്ടോ? അധികാരം കിട്ടി അതോടൊപ്പം നബുവത്തും കിട്ടിയവർ ഇല്ല. ഉണ്ടോ? യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിൻ്റെ ഭരണാധികാരി, ദാവൂദ് നബി അലൈഹിസ്സലാമും സുലൈമാൻ നബി അലൈഹിസ്സലാമും ഫലസ്തീൻ ഭരിച്ചവർ. സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകത്തിൻ്റെ വലിയ തലങ്ങൾ കിഴക്കും പടിഞ്ഞാറുമൊക്കെ മഹാനവറുകളുടെ ഭരണകേന്ദ്രമായിരുന്നു. ഏതായിരുന്നാലും ആ അമ്പിയാക്കന്മാർ ഹിസാബ് നേരിടുന്നത്, അവർ വിചാരണ നേരിടുന്നവരിൽ അവസാനത്തവർ, അത് സമയമെടുക്കുന്നവരാണ്. സ്വഹാബികളിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ അവസാനം വിചാരണ കഴിയുന്ന സ്വഹാബിയാണെന്ന് പറയുമ്പോൾ മഹാനവറുകൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സഅദിൻ സഈദിൻ സുബൈറിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാൻ وابن عوف عاشر الكرم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عبد الرحمن بن عوف عاشر الكرم. മഹാന്മാരായ അശറത്തുൽ മുബശ്ശരീങ്ങൾ അറിയപ്പെടുന്ന മഹാൻ. പക്ഷേ ഹിസാബുണ്ട്, വിചാരണയുണ്ട്. അവർ സ്വഹാബികൾ അവസാനമാണ് അവരുടെ വിചാരണ കഴിയുക എന്ന് ഹദീത്തിൽ കാണാൻ കഴിയും. അപ്പോൾ സമ്പത്തെന്ന് പറയുന്നത് ഹലാലുഹു ഹിസാബുൻ വഹറാമുഹു ഹസ്റ. അതിൽ ഹലാല് ഹിസാബാണ്, വിചാരണയാണ്. വഹറാമുഹു ഹസ്റത്തുൻ, അതിൽ ഹറാമായി കടന്നു വരുന്നത് ഹസ്റത്തുൻ വനദാമ, നാളെ അത് സങ്കടത്തിന് കാരണമാകും. സുബ്ഹാനല്ലാഹ്. ഹലാല് ഹിസാബിനെ നേരിടേണ്ടി വരും, കണക്ക് കൊടുക്കേണ്ടി വരും അള്ളാഹുവിൻ്റെ മുമ്പിൽ. വഹറാമുഹു ഹസ്റത്തുൻ, ഹറാമായ സമ്പാദ്യം നാളെ സങ്കടത്തിന് കാരണമാകുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. വഇദാ റഅയ്തൽ ഫഖറ മുഖ്ബിലൻ, ദാരിദ്ര്യം മുന്നിട്ട് വരുന്നത് കണ്ടാൽ മുസനബിയെ ഫഖുൽ, അങ്ങ് പറയണം മർഹബൻ ബിശിആരിസ് സ്വാലിഹീൻ, സജ്ജനങ്ങളുടെ അടയാളമേ നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞോളൂ മുസനബിയെ. വഇദാ റഅയ്തൽ ഗിനാ മുഖ്ബിലൻ, സമ്പത്ത് മുന്നിട്ട് വരുന്നത് കണ്ടാൽ ദംബുൻ ഉജ്ജലത് ഉഖൂബതുഹു, ഇത് അല്ലാഹു നേരത്തെ തരുന്ന ശിക്ഷയാണ്, ഏതെങ്കിലും ഒരു തെറ്റിൻ്റെ ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കണം. മനസ്സിലായല്ലോ എൻ്റെ കോണ്ടെക്സ്റ്റ്? സമ്പത്ത് കൊണ്ട് അള്ളാഹുവിൽ നിന്ന് അകലുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ശിക്ഷയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരത്തിലേറെ വരുന്ന ഒട്ടകങ്ങളുടെ പുറത്ത് ലഗേജുകൾ, പിന്നെ സിറിയയിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന്, ഡമസ്കസിൽ നിന്നൊക്കെ വാങ്ങിച്ച കച്ചവട സാധനങ്ങൾ, വസ്ത്രങ്ങളും മറ്റു വ്യഞ്ജനങ്ങളുമായിട്ട് മക്കയിലേക്ക് വരുന്ന കച്ചവടക്കാരനാണ്. 1000-ലേറെ ഒട്ടകങ്ങൾ. ആരുടേത്? ഉസ്മാൻ തങ്ങളുടേത്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരുടേത്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടേത്. ഇവരൊക്കെ മുതലാളിമാരാണ്. അവരെ സംബന്ധിച്ചത് പറയാൻ പറ്റുമോ അവരുടെ ചെയ്ത തെറ്റിന് ശിക്ഷയാണെന്ന്? അല്ല, അവരാ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ ആഖിറം നേടാൻ പരിശ്രമിച്ചവരാണ്. അതിനെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. യാ മൂസ, അല്ലാഹു മൂസ നബിയോട് പറയാം, ഇന്നക ലൻ തഖറുബ അലയ്യ ബിഅമലിൻ മിൻ അഅമാലിൽ ബിർരി ഖൈറുൻ ലക മിനദ്ദിളാ ബിഖളാഇ. മൂസ നബിയെ, ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യുന്ന അമലുകളിൽ അള്ളാഹുവിനോട് അടുക്കാനെടുക്കുന്ന, പടച്ചവനേക്ക് അടുക്കുക എന്ന് പറയില്ലേ, അതിനൊരുപാട് അമലുകളുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങൾ അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റും. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, അള്ളാഹുലേക്ക് അടുക്കണമെങ്കിൽ സുന്നത്തുകൾ വേണമെന്ന, സുന്നത്തായ സ്വതഖ, സുന്നത്ത് നിസ്കാരം, സുന്നത്തായ ഉംറ,
സുന്നത്തായ ഹജ്ജ്, സുന്നത്തായ സ്വതക്കകൾ, സുന്നത്തായ നോമ്പുകൾ, സുന്നത്തായി ആയ മറ്റ് അമാലുകൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ ഫറള് കഴിഞ്ഞ് സുന്നത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായി മാറുന്നത്. മുഖറബീങ്ങളായി മാറിക്കഴിഞ്ഞാലാണ് അള്ളാഹു കുന്തു സമഅഹുല്ലദീ യസ്മഉ ബിഹി, കേൾക്കുന്ന കാത്, വബസറഹുല്ലതി യുബ്സിറു ബിഹാ, കാണുന്ന കണ്ണ്, വയദഹുല്ലതി യബ്തിഷു ബിഹാ, തൊടുന്ന കൈ, വരിജലഹുല്ലതി യംഷി ബിഹാ, നടക്കുന്ന കാല്, ഇതൊക്കെ ഞാനായിട്ട് മാറും എന്ന് അള്ളാഹു തആല പറഞ്ഞത് സുന്നത്ത് എടുത്ത് ജീവിക്കുമ്പോഴാണ്. ഫറള് ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്ത് പോവുകയുള്ളൂ. മുമ്പോട്ട് ഒന്ന് അടുക്കണമെങ്കിൽ സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം. സുന്നത്തുകൾ ഇങ്ങനത്തെ അമാലുൽ ബിർ, ബിറിൻ്റെ അമലുകൾ. ബിർ എന്ന് പറയുന്നത് മാതാപിതാക്കളുള്ള കടപ്പാട് പറഞ്ഞിടത്ത് ബിറുൽ വാലിദൈൻ എന്നാ പറയാ. അറബിയിൽ ബിർ എന്ന വാക്കിനൊരു പ്രത്യേകത ഉണ്ട്. ബിർ, അള്ളാഹു ബർറു തവ്വാബാണ്, അബർറു റഹീമാണ്. അള്ളാഹു ബർറാൻ. ബർ എന്ന് പറയുന്നത് ബിർ ചെയ്യുന്നവനായ അള്ളാഹു. നമ്മൾ ഗുണം ചെയ്യുക എന്ന അർത്ഥം പറയും. പക്ഷെ ബർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരാൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഹഖൂഖുകൾ, ഒരു മനുഷ്യൻ്റെ ബാധ്യതകൾ, ഒരു മനുഷ്യൻ ചെയ്തു കൊടുക്കേണ്ട ഹക്കടപാടുകൾ, ആ ഹക്കടപാടുകൾ അള്ളാഹുവിനോട് ചെയ്യേണ്ട ഹക്കുകൾ ചെയ്താലും ഇല്ലെങ്കിലും നമ്മളോട് ഗുണം ചെയ്യുന്നവൻ, അതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അൽ ബർറു റഹീം, അൽ ബർറു തവ്വാബ് എന്ന് പറയാൻ കാരണം. നിസ്കരിച്ചില്ലെങ്കിലും ഒരു മനുഷ്യനങ്ങനെ അള്ളാഹു പറഞ്ഞ പോലെ ജീവിച്ചില്ല എന്നിരിക്കെ എന്നാലും അള്ളാഹു ഒരു പക്ഷേ ആ മനുഷ്യന് ഖൈർ ചെയ്തുകൊണ്ടിരിക്കും. അത് അള്ളാഹു ബർറായതുകൊണ്ടാണ്. ഇപ്പം മാതാപിതാക്കളോട് ബിർറ് ചെയ്യണമെന്ന് പറയാം, അതിൽ നീതി ചെയ്യണമെന്നല്ല. നീതി ചെയ്യണമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഇങ്ങോട്ട് നല്ല നിലക്കാണെങ്കിൽ അങ്ങോട്ട് നല്ല നിലക്ക്, അത് നീതിയാണ്. പക്ഷെ ബിർറുൽ വാലിദൈൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ നിർവഹിച്ചില്ലെങ്കിൽ പോലും മക്കൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കണം ഗുണം. അതിനാണ് ബിർറുൽ വാലിദൈൻ എന്ന് പറയാൻ കാരണം. വബിൽ വാലിദൈനി ഇഹ്സാന. കാരണം മാതാപിതാക്കളുള്ള ബന്ധം അങ്ങനെയാണ്. അവരിങ്ങോട്ട് നല്ലത് ചെയ്യട്ടെ, എന്നോട് ജ്യേഷ്ഠനോട് ഒരുപോലെ അല്ലല്ലോ ഉമ്മ പെരുമാറുന്നത്, വാപ്പ പെരുമാറുന്നത്, അതുകൊണ്ട് വാപ്പി ഉമ്മയൊക്കെ ഒന്ന് ലെവലാവട്ടെ, എന്നിട്ട് ഞാൻ നന്നായിക്കോളാം എന്ന് മക്കൾക്ക് പറയാൻ പാടില്ലാതാണ്. മാതാപിതാക്കൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അവരോട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്തുകൊണ്ടിരിക്കണം. അതിനാണ് ബിർറ്, അമാലുൽ ബിർ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് കൊടുക്കുന്നവരെ ബിർറ് നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് പറയുന്നിടത്തും ഈ ഒരു മഅന മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഹഖായത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തേ പറ്റൂ. അത് ചെയ്തില്ലെങ്കിലും അല്ലാഹു അത് ചെയ്യും. ഇതുപോലെ നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ സൗഹൃദങ്ങളിൽ, നമ്മുടെ കടപ്പാടുകളിൽ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നത് ഒരു പക്ഷേ ഖൈറൊന്നും ആയിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ട് ഖൈർ ചെയ്യുക, നമ്മൾ അങ്ങോട്ട് നന്മ ചെയ്യുക. ആ ഒരു കൺസെപ്റ്റിനാണ് ബിർ എന്ന് പറയുക. അഅമാലുൽ ബിർ. ഇന്നക ലൻ തഖറുബ അലയ്യ ബിഅമലിൻ മിൻ അഅമാലിൽ ബിർരി ഖൈറിൻ ലക മിൻ അർറിദാ ബിഖളാഇ. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് അല്ലാഹുവിനോട് അടുക്കാൻ പറ്റുന്ന അമലുകളിൽ വെച്ച് ഏറ്റവും ബിഅമലിൻ ഖൈറിൻ ലക, ഏറ്റവും ഖൈറായൊരു അമൽ മിൻ അർറിദാ ബിഖളാഇ, എൻ്റെ ഖളാ തൃപ്തിപ്പെടലാണ്. അല്ലാഹു തആല പറയാം, അള്ളാഹിൻ്റെ ഖളാ തൃപ്തിപ്പെടലാണ് അള്ളാഹുലേക്ക് നമുക്ക് അടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അമലുകളിൽപ്പെട്ടൊരു അമൽ. അള്ളാഹുവിൻ്റെ ഖളാ തൃപ്തിപ്പെടുക. ചില വിഷയങ്ങൾ, ചില അനുഭവങ്ങൾ, ചില ലൈഫ് എക്സ്പീരിയൻസുകൾ, അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടാവും. ആ ഇടപെടലിൽ ഖൈറും ഷർറൊക്കെ ഉണ്ടാവും. എന്താണെങ്കിലും അർറിളാ ബിഖളാ ഇല്ല, അള്ളാഹുവിൻ്റെ ഖളാ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് പറയുമ്പോഴേ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുള്ളൂ. ആ ഒരു അമലിനേക്കാളും അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുന്ന വേറൊരു അമലില്ല. അപ്പം നമുക്ക് കുറേ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, പക്ഷെ അള്ളാഹിൻ്റെ ഖളാ കൊണ്ട് തൃപ്തിപ്പെടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ ഖളാ. നമുക്ക് ആദ്യമൊക്കെ ചില വിഷമവും ഷോക്കൊക്കെ ഉണ്ടാവും. തവക്കൽനാ അലല്ലാഹ്, അത് അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞു. അത് പടച്ചവൻ്റെ ഒരു ഖളാ ആണ്. ആ ഖളായിൽ ഞാൻ പൊരുത്തപ്പെട്ടു റബ്ബേ, അതിൻ്റെ വരും വരായികൾ എന്തോ ആകട്ടെ, ആ ഖളായിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു പടച്ചവനെ എന്ന് ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ ആ മനുഷ്യൻ അള്ളാഹുലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വരുന്ന മുസീബത്തുകൾ, നമുക്ക് വരുന്ന നന്മകൾ, നമുക്ക് വരുന്ന ഏതെല്ലാം അനുഭവങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ ഖളായിലേക്ക് ചേർത്തിയിട്ട് സമാധാനിക്കാൻ കഴിയണം. വലൻ തഅതിയ ബിഅമലിൻ അഹ്ബത ലിഇഹ്സാനിക മിനൽ ബതർ.
മുസനബിയെ പറഞ്ഞു കൊടുക്കണം, ഒരു മനുഷ്യൻ്റെ നന്മകളായ നന്മകൾ മുഴുവനും ചോർന്നു പോകാൻ കാരണമാകുന്ന ഒരു കാര്യം അൽ ബത്തർ, അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട് നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറയുമ്പോൾ ആ തെറ്റിനെ അംഗീകരിക്കാതിരിക്കുക, ഒരു മനുഷ്യൻ സ്വയം തിരുത്താതിരിക്കുക, ഒരു മനുഷ്യൻ ഒരു നന്മ കേൾക്കുമ്പോൾ ആ നന്മയെ സ്വീകരിക്കാതിരിക്കുക. ബത്തർ എന്ന് പറയുന്നത് ബത്തറുൽ ഹഖ്, നന്മയെ, സത്യത്തെ, നീതിയെ അംഗീകരിക്കാതിരിക്കുക, അതിനാണ് അഹങ്കാരം എന്ന് പറയാം. നന്മയെ എല്ലാ മനുഷ്യരും ലോകത്ത് അംഗീകരിച്ചേ പറ്റൂ. നീതി, സത്യം, ഇതിലാരും എക്സെപ്ഷനല്ല. എല്ലാവരെയും ഭരിക്കുന്നത് അതിലാണ്, നീതിയാണ്. അൽ ഹഖ്, സത്യമാണ്. അള്ളാഹുവിൻ്റെ അദാലത്തും ഹക്കും, ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യരെ ഭരിക്കേണ്ടത്. അതിന് മനുഷ്യൻ കീഴൊതുങ്ങിയേ പറ്റൂ. മേ ബി വി മേക്ക് റോങ് ഡിസിഷൻസ്, നമ്മളെടുക്കുന്ന തീരുമാനം ചിലപ്പോൾ തെറ്റായിരിക്കാം, നമ്മളെടുത്ത ഒരു സ്റ്റെപ്പ് ഒരു പക്ഷേ തെറ്റായിരിക്കാം. പക്ഷേ അവിടെ അതിലെന്താണോ ഹക്കെന്താണോ ആ ഹക്ക് നമ്മൾ വഴിപ്പെട്ടേ പറ്റൂ. ആ ഹക്ക് നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പണി മനുഷ്യന് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഒരു മനുഷ്യൻ ചെയ്ത അമലുകൾ മുഴുവനും നഷ്ടപ്പെടാൻ കാരണമാകുന്നത് അൽ ബത്തർ, മനുഷ്യൻ്റെ അറഗൻസ്, സ്റ്റബോൺ ക്യാരക്ടർ, മനുഷ്യൻ വലിയ അറഗൻ്റായി മാറുന്നത്. ഞാൻ കേൾക്കൂല, ചില ആളുകളുണ്ട്, ആരെന്തിടപെട്ടാലും, എത്ര വലിയ പള്ളി പ്രസിഡന്റ് വന്ന്, മഹല്ല് പ്രസിഡന്റ് വന്ന് സംസാരിച്ചാലും ഞാൻ കേൾക്കൂല. അത് അഹങ്കാരമാണ്. ആ മനുഷ്യൻ്റെ അമലുകളങ്ങ് ഇല്ലാണ്ടായി പോകും. മുസനബിയെ നിങ്ങൾ സൂക്ഷിക്കണേ, പൈസയ്ക്ക് വേണ്ടി മാത്രം നടക്കുന്ന ആളുകൾ, കാശുണ്ടാക്കുക എന്നതിനപ്പുറം അള്ളാഹുവിൻ്റെ പ്രീതിയോ പടച്ചവനെക്കുറിച്ചൊരു ചിന്തയോ ഒന്നുമില്ലാത്ത ആളുകളുണ്ടാവും. അത്തരം ആളുകളെ, അവർക്ക് നിങ്ങൾ വഴിപ്പെടരുതേ, അവരുടെ ചൊൽപ്പടിയിൽ നിൽക്കരുത്. അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്ത് അവരെ ഇഷ്ടപ്പെടുത്തിയും അവരെ മയപ്പെടുത്തിയും അവരുടെ ഒരാളായിട്ടും നിങ്ങൾ നടക്കരുത് മുസനബിയെ. ഇതൻ അഅരിദു അൻക, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം തിരിക്കും. വഇയ്യാക അൻ തജൂദ ബിദീനിക ലിദുനിയാഹും, നിങ്ങളുടെ ദീൻ അവരുടെ ദുന്യാവിന് വേണ്ടി അടിയറ വെക്കരുത്. നിങ്ങളുടെ ദീൻ ദുന്യാവിന് വേണ്ടി അടിയറ വെക്കരുത്. ഇതൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ഒരു കല്യാണം നടക്കുകയാണ്, ഒരു ഫുട്ബോൾ മാച്ച് നടക്കുകയാണ്, ഒരു മേള നടക്കുകയാണ്, ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്. നിങ്ങളവിടെ നിസ്കരിക്കില്ല, ദുഹറിൻ്റെ സമയമായി നിസ്കരിച്ചിട്ടില്ല, അസറായി നിസ്കരിച്ചിട്ടില്ല, മഗ്രിബായി നിസ്കരിച്ചിട്ടില്ല, ഇശ നിസ്കരിച്ചിട്ടില്ല. ഈ നിസ്കാരം നിങ്ങൾ മറക്കുക എന്ന് പറഞ്ഞാൽ ദുന്യാവിന് വേണ്ടി ദീനിനെ വിൽക്കുക എന്നതിനർത്ഥം. ഇതാണ് ഈ പറഞ്ഞതിനർത്ഥം. കല്യാണമുണ്ട്, വിവാഹമാണ്, പുതിയാപ്പിളി മുതലിൻ്റെ നിസ്കാരമില്ല, കൂടെ പോണ കുപ്പായിട്ട് ഒരുങ്ങി നിൽക്കുന്ന പുതിയാപ്പിളിൻ്റെ ഒരേ കറുത്ത കുപ്പായിട്ടും ചുവപ്പ് കുപ്പായിട്ടും അവർക്ക് നിസ്കാരമില്ല. പുതിയണ്ണിനെ ഒരുക്കുന്ന മേക്കപ്പെല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നത്, ഈ മേക്കപ്പൊക്കെ ഓരോന്ന് കൊടുത്താൽ പോവില്ലേ? അപ്പോൾ അന്ന് കുട്ടിക്ക് നിസ്കാരമില്ല, ഇത് ഇട്ട് കൊടുക്കുന്നവർക്ക് നിസ്കാരമില്ല, വീട്ടിലെ പെണ്ണുങ്ങൾക്ക് നിസ്കാരമില്ല. പിന്നെ എങ്ങനെ അവിടെ ബർക്കത്തുണ്ടാവുക? അള്ളാഹുവിൻ്റെ അനുഗ്രഹം എങ്ങനെ ഉണ്ടാവും? പിന്നെ ഉസ്താമാരൊക്കെ വന്നിട്ട് അല്ലാഹുമ്മ ബാരിക് ലിഹാദൈനി സൗജൈൻ ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ, ഇതൊക്കെ ദുഹർന്ന് ബാക്കിൽ ഗാനമേള. എന്ത് കാര്യം? അപ്പോൾ നമ്മൾ പ്രഹസനമാക്കുകയാണ്, ദീനിനെ ദുന്യാവിന് വേണ്ടി വിൽക്കുകയാണ്. അങ്ങനെ ദീനിനെ വിൽക്കുകയാണ് ദുന്യാവിന് വേണ്ടി. ആ പറഞ്ഞ അർത്ഥം ഇതാണ്. ഒരു ദുന്യാവിൻ്റെ ഒരു ലഹരിക്ക് മുമ്പിൽ നമ്മൾ ആഖിറത്തെ മറന്നുപോകുന്ന അവസ്ഥകളുണ്ടാകുക. അങ്ങനെ വരരുത്. ഇദൻ അഅരിദു അൻക, നിങ്ങളിൽ നിന്ന് ഞാൻ മുഖം തിരിക്കും മുസനബിയെ. വഇയ്യാക അൻ തജൂദ ബിദീനിക ലിദുന്യാഹും ഇദൻ ആമുറു അബ്വാബ റഹ്മതി അൻ തുഗ്ലഖ ദൂനക, എൻ്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ അടയണം എന്ന് ഞാൻ കൽപ്പന ചെയ്യും, അരുളി ചെയ്യും. നിങ്ങൾ ദീൻ ഒഴിവാക്കി നിങ്ങൾ ദുന്യാവിന് പോവുകയാണെങ്കിൽ. അപ്പോൾ യാത്രയിലാണെങ്കിൽ നിസ്കരിക്കേണ്ടി വരും, നിസ്കരിക്കണം. എൻ്റെ സമയമായാൽ ഒരു ഫംഗ്ഷനിലാണ് നിസ്കരിക്കണം, തിരക്കിലാണ്, നിസ്കാരം കൈവിടാൻ പാടില്ല. നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മുടെ നിസ്കാരവും ദീനും കൈവിടരുത്. അങ്ങനെ വരരുത് മുസനബിയെ. ഉദ്നുൽ ഫുഖറാ, മുസനബിയെ ഫുഖറാ മിസ്കീന്മാരെ നിങ്ങൾ അരികത്തേക്ക് ചേർത്ത് പിടിക്കണം. മിസ്കീന്മാരെ ചേർത്ത് പിടിക്കണം. പാവപ്പെട്ട ആളുകളുണ്ടാവും, ആ ആളുകളെ ചേർത്ത് പിടിക്കണം. നമുക്കൊന്നും അവർക്ക് പൈസ കൊടുത്തുകൊണ്ട് അവരെ ദാരിദ്ര്യം തീർക്കാനൊന്നും എല്ലാവരെ കൊണ്ടും കഴിഞ്ഞോളുന്നില്ല. പക്ഷേ അവരെ മനസ്സുകൊണ്ട് ചേർത്ത് പിടിക്കണം, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, അവരെ സമാശ്വസിപ്പിക്കുക. വഖർരിബ് മജ്ലിസഹും മിൻക, നിങ്ങളുടെ മജ്ലിസിൽ അവർ അരികത്തിരിക്കണം, മിസ്കീന്മാരായ ആളുകൾ. കാരണം പൈസ ഉള്ള ആളുകളുടെ പൈസ കൊണ്ടൊരു പക്ഷേ അവർക്ക് മുന്നിൽ സീറ്റ് കിട്ടിയെന്ന് വരും. മിസ്കീന്മാർക്ക് ആരാ സീറ്റ് കൊടുക്കുക?
ഹൃദയത്തിൽ അവർക്കൊരു ഒരു ഒരു സ്ഥാനവും അവർക്കൊരു മൂല്യവും കൊടുക്കുന്നവർക്കല്ലേ അവരെ മുമ്പിലിരുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് മിസ്കിന്മാരെ നിങ്ങൾ മുമ്പിലിരുത്തണം. വലാ തർക്കൻ ഇലാ ഹുബ്ബിദ് ദുനിയാ, ദുനിയാവിൻ്റെ ഹുബ്ബിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകരുതേ. വലാ തർക്കൻ ഇലാ ഹുബ്ബിദ് ദുനിയാ, എവിടെയാണെങ്കിലും പൈസയാണ് വലുത് എന്ന ചിന്ത വരരുത്. ഇതാണ് വിഷയം. ദുനിയാവ് വേണം, അപ്പോഴേ നമുക്ക് കാര്യങ്ങൾ നടത്താൻ കഴിയൂ. അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടണമെങ്കിൽ, ഇപ്പോൾ മക്കളെ പോറ്റണമെങ്കിൽ പൈസ വേണം, വേണ്ടേ? അവരെ സ്കൂളിൽ പറഞ്ഞേക്കണ്ടേ, കോളേജിൽ പറഞ്ഞേക്കണ്ടേ? സമ്പത്ത് വേണം, കച്ചവടം ചെയ്യണം, അതിനെ സംബന്ധിച്ചല്ലേ പറയും. പക്ഷേ എനിക്ക് സമ്പത്ത് മതി, അതാണ് വലുത്, ആഖിറവും സ്വതക്ക കൊടുത്താൽ കൂലിയിട്ടും, അതൊക്കെ അവിടെയല്ലേ എന്ന് പറഞ്ഞ് സ്വതക്ക കൊടുക്കാതിരിക്കുക, പിഷ്കന്മാരായിട്ട് ജീവിക്കുക. അങ്ങനെ ആവരുത്. ദുനിയാവിനെ സ്നേഹിക്കരുത്, പൈസയെ സ്നേഹിക്കരുത്. അത് കയ്യിലുണ്ടായിക്കോട്ടെ, ആവശ്യമാണ്, അത് ആവശ്യമുള്ളിടത്ത് ചിലവഴിക്കാനുള്ളതാണ്. യാ മൂസ ഇബ്നു ഇമ്രാൻ, മൂസ നബിയെ, ഇമ്രാൻ എന്നവരുടെ മകനായ മൂസ നബിയെ, ഖുല്ലിൽ മുദ്നിബീനൻ നാദിമീൻ അബ്ശിറൂ വഖുല്ലിൽ ആമിലീനൽ മുഅജബീന ഇഖ്സഊ. ഇത് ദീനിലെ ഒരു ഖായിദയാണ്, ഒരു നിയമമാണ് ഈ പറയുന്നത്. അതായത് തെറ്റ് ചെയ്തിട്ട് സങ്കടപ്പെടുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ആരെക്കാൾ? അമൽ സ്വാലിഹാത്ത് ചെയ്ത് അഹങ്കാരം കൊണ്ട് നടക്കുന്ന ആളെക്കാൾ. ആമിലീനൽ മുഅജബീൻ, ഒരാൾ വിചാരിക്കുക ഞാനിപ്പോൾ കാര്യമായ ഒരു തെറ്റും ചെയ്യില്ല, ഞാൻ കണ്ണ് ചിമ്മി നടക്കുന്ന ആളാണ്, ഞാനൊരു അനാവശ്യ കാണാൻ പറ്റാത്തത് നോക്കുന്നില്ല, കാണുന്നില്ല, ഞാനൊരു ഗീബത്തിനും മീബത്തും പറയുന്നില്ല, ഞാനിവിടെ ഞായറാഴ്ച സ്വലാത്തിന് വരുന്നുണ്ട്, ഖുർആൻ ക്ലാസ്സിന് വരുന്നുണ്ട്, ഹദീത്ത് ക്ലാസ്സിന് വരുന്നുണ്ട്, മജ്ലിസിൽ വരുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ഖത്മുൽ ഖുർആൻ പങ്കെടുക്കുന്നുണ്ട്, ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾ, എനിക്കിപ്പോൾ സ്വർഗം കിട്ടിയാൽ ആർക്കാ സ്വർഗം കൊടുക്കുക പഠിച്ചവൻ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനേക്കാളും അള്ളാഹുവിനിഷ്ടം ജീവിതത്തിൽ ചെയ്തു പോയൊരു തെറ്റിനെ ഓർത്ത് സങ്കടപ്പെട്ട് തൗബ ചെയ്ത് മടങ്ങി, ആ സങ്കടത്തെ ഓർത്ത്, ആ ഒരു തെറ്റിനെ ഓർത്ത് വീണ്ടും സങ്കടപ്പെട്ട് അള്ളാഹുലേക്ക് മനസ്സുകൊണ്ട് മടങ്ങുന്ന, തിന്മയെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു മനുഷ്യനാണ് താൻ ചെയ്ത അമലിൽ അഹങ്കാരപ്പെടുന്ന ഒരു മനുഷ്യനേക്കാളും അള്ളാഹുവിനിഷ്ടം. എൻ്റെ മാന മനസ്സിലായില്ലേ? എന്ന് വിചാരിച്ച് തെറ്റ് ചെയ്യണമെന്നല്ല, തെറ്റ് മനുഷ്യന് സംഭവിച്ചു പോകും. മനുഷ്യൻ അങ്ങനെയാണ്, മനുഷ്യൻ മലക്കല്ല. ഒരു മനുഷ്യനെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരാളെ കളിയാക്കാൻ തുടങ്ങിയാൽ ആ ചെയ്ത മനുഷ്യൻ്റെ തെറ്റെന്താണോ അതേ തെറ്റ് നിങ്ങൾ ചെയ്തിരിക്കുന്നതാണ്. ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യന് മാപ്പ് കൊടുക്കുകയും വയബ്തലീക ബിഹി, അല്ലാഹു തആല ആ മനുഷ്യനെ ആ തെറ്റിൽ നിന്ന് കരകയറ്റുകയും കളിയാക്കിയ നിങ്ങളെ അതേ തെറ്റിൽ അല്ലാഹു പെടുത്തുകയും ചെയ്യുന്ന. ഇതെപ്പോഴും മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഒരാൾ കള്ളുകുടിച്ചു, അല്ലെങ്കിൽ വ്യഭിചരിച്ചു വിചാരിക്കുക, അല്ലെങ്കിൽ വല്ല കൊലപാതകം ചെയ്തു, ഒന്ന് മയക്കുമരുന്നിനടിമയായി, ഇതിങ്ങനെ പറഞ്ഞു കിടക്കുക 24 മണിക്കൂർ ഇതന്നെ പറയുന്നവരുടെ മുഴുവനും ആ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ എന്തെല്ലാം നന്മകളുണ്ടെങ്കിലും അതൊന്നും പറയില്ല, ഈ കാര്യം മാത്രം. എന്നാലും അയാൾ ഇങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ കാണിച്ചു, ഈ തെറ്റ് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു. ഒരു മനുഷ്യൻ എന്തെല്ലാം നന്മകളുണ്ടാവും. ഒരു മനുഷ്യനിൽ നിങ്ങൾ ആ തിന്മയാണ് കാണുന്നതെങ്കിൽ ആ തിന്മ നിങ്ങളിലോ നിങ്ങളുടെ മക്കളിലോ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും, അത് തെറ്റാണെങ്കിൽ. അതുകൊണ്ട് ആരെയും ഒരു തെറ്റ് പറഞ്ഞുകൊണ്ട് കളിയാക്കരുത്, പരിഹസിക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ ഇബ്തിലാഇന്റെ ലോകമാണ്, ഇത് പരീക്ഷണത്തിൻ്റെ ലോകം. ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ ഇന്ന് പെർഫെക്റ്റാണ്, നാളെ ഇംപെർഫെക്റ്റായിട്ട് മാറിയേക്കാം, മറ്റന്നാൾ മാറിയേക്കാം, അത് കഴിഞ്ഞ് പെർഫെക്റ്റായി തിരിച്ചു വന്നേക്കാം. ഇതൊക്കെ അള്ളാഹുവിനെ അറിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല ആജാലുകളും അമാലുകളും അർസാക്കുകളും അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മൂസ നബിയെ ഖുല്ലിൽ മുദ്നിബീനൻ നാജിമീൻ, സങ്കടപ്പെട്ട് കരയുന്ന തെറ്റ് ചെയ്തു പോയ ആളുകളോട് പറയണേ, അബ്ശിറൂ, നിങ്ങൾ സന്തോഷിച്ചോളൂ. വഖുല്ലിൽ ആമിലീനൽ മുഅജബീന ഇഖ്സഊ, കർമ്മങ്ങൾ ചെയ്ത് അമലുകൾ ചെയ്തിട്ട് അഹങ്കാരത്തോടുകൂടെ നടക്കുന്നവരോട് പറയണേ, ഇഖ്സഊ, നിങ്ങൾ നാണം കെട്ടുപോകട്ടെ എന്ന് പറയണമേ എന്ന് അല്ലാഹു കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് പറയാം. സുബ്ഹാനല്ലാഹ്. ഇതിൽ വലിയൊരു മഅനയുണ്ട്. ആ മഅന നമ്മൾ ഉൾക്കൊള്ളുക. മുദ്നിബീങ്ങളോട് റഹ്മത്ത് വേണമെന്ന, കരുണ, തെറ്റ് ചെയ്ത ആളുകളോട് കരുണ വേണമെന്നാണ്. കരുണ, കളിയാക്കലല്ല. കളിയാക്കിയോണ്ട് എന്താ കിട്ടുക? ഗീബത്ത് കിട്ടും, നമീമത്ത് കിട്ടും. നിങ്ങൾ ചെയ്ത അമൽ സ്വാലിഹാത്ത് മുഴുവൻ മനുഷ്യന് പോവുകയും ചെയ്യും. വട്ട പൂജയായിട്ടുണ്ടാവും അക്കൗണ്ട്, അറിയില്ല. ഞാൻ ഒക്കെ ചെയ്ത ആൾ, ഞാൻ തഹജ്ജുദുണ്ടല്ലോ, അതുണ്ടല്ലോ, ഇതുണ്ടല്ലോ. ഒരു മനുഷ്യന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം നിങ്ങൾ പറയുകയോ അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയോ അത് നിങ്ങൾ കളിയാക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അമൽ ആ മനുഷ്യന് പോയി കഴിഞ്ഞു. എത്ര ആഘാതം ആ മനുഷ്യനുണ്ടാക്കുന്നുണ്ടോ, ആ ആണിനോ പെണ്ണിനോ അതുകൊണ്ട് വിഷമുണ്ടാക്കുന്നുണ്ടോ, കേട്ടുകഴിഞ്ഞാൽ വിഷമുണ്ടാകുമോ, അത്രയും നിങ്ങളുടെ അമലിൻ്റെ ഒരു പോർഷൻ ആ മനുഷ്യൻ്റെ അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞു.
അതാണ് ഈ ലോകത്ത് മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യം. അതാ മുഅ്മിനീങ്ങളെ മനുഷ്യന്മാർ കളിയാക്കും, പരിഹസിക്കും, കുത്തുവാക്ക് പറയും, ഗീബത്ത് പറയും, നമീമത്ത് പറയും. അതൊക്കെ അക്കൗണ്ടിലുള്ള വരവുകളാണ്. എന്തിനാ വിഷമിക്കുന്നത്? നമ്മളെ കൂടെ അത്രയൊന്നും ചെയ്തു കൂട്ടാൻ പറ്റൂല അമലുകളൊന്നും. അപ്പോൾ ഇങ്ങനെ നാലാൾ പറഞ്ഞിട്ടെങ്കിലും കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ. അങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ കഴിയാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമല്ലേ? ഒരു പണിയെടുക്കണം, നിന്നെടുത്താൽ മതി, അവരങ്ങനെ എറിഞ്ഞോളൂ. പറയണ്ടല്ലോ, പല കാര്യങ്ങളും അങ്ങ് പറഞ്ഞു നടന്നോളൂ. അപ്പം റാഹത്തായിട്ട് അള്ളാഹിൻ്റെ അടുത്ത് കഴിച്ചിലായി പോകാം. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരു സ്ഥലത്തുകൂടെ പോകുമ്പോൾ ഒരു മനുഷ്യനെ പിടിച്ചിട്ട് കുറേ ആൾക്കാർ തല്ലുന്നുണ്ട്. അപ്പോൾ മഹാനവർ ചോദിച്ചു, അല്ല എന്തേ പ്രശ്നം? അപ്പോൾ പറഞ്ഞു, അദ്നബ ദംബൻ അദീമ, വലിയൊരു തെറ്റ് ഇയാൾ ചെയ്തിട്ടുണ്ട്, അപ്പം ഞങ്ങൾ ഇയാൾ അടിക്കുകയാണ്. അപ്പം മഹാൻ ചോദിച്ചു, അടി നിർത്തീൻ. ഇവല്ലാവരും അടിയൊക്കെ നിർത്തി അറ്റൻഷനായി നിൽക്കുകയാണ്. ഈ മനുഷ്യൻ ഒരു കിണറ്റിൽ വീണെന്ന് വിചാരിക്കുക, തെറ്റൊക്കെ പോട്ടെ, ആ മനുഷ്യൻ കിണറ്റിൽ വീണ് കിടക്കാമെന്ന് വിചാരിക്കുക. ഒരു മൃഗം, ഒരു കാളയോ ഒരു പോത്തോ ഒരു ആടുംകുട്ടിയോ വെള്ളത്തിൽ ഒലിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും? കാണുന്നവർ ഒരു കയറിട്ടിട്ടെങ്കിൽ അതിനെ കരക്ക് പിടിക്കാൻ വേണ്ടി നോക്കൂലേ? നമുക്കറിയില്ലേ, ഒരു ജീവിയോട് നമ്മൾ കരുണ കാണിക്കൂലേ? അതിനൊരു ചെറുപ്പക്കാരൻ, ഒരു ടീനേജറാണെന്ന് വിചാരിക്കുക, ഒലിച്ചു പോവുകയാണ് വെള്ളത്തിൽ. പറ്റുന്ന ആളുകളെ ഇറങ്ങിയിട്ട് ആ കുട്ടിയെ രക്ഷിക്കൂലേ? അപ്പോൾ ആലോചിക്കോ, ഇപ്പം ഇങ്ങനെ ഡ്രഗ് അടിക്കുന്ന ആളാണോ, ഇപ്പം മാപ്പാനും ഉമ്മാനും നോക്കുന്ന ആളാണോ? അല്ലേ ഈ കഥയൊക്കെ നോക്കിയിട്ടാ രക്ഷിക്കുക? അല്ലല്ലോ. നിങ്ങൾ ആ മനുഷ്യനെ രക്ഷിക്കൂലേ? ഇതുപോലെ ഒരു കിണറ്റിൽ വീണ ഒരു മനുഷ്യനെ നിങ്ങൾ രക്ഷിക്കുന്ന പോലെ നിങ്ങൾ ഈ മനുഷ്യൻ തെറ്റെന്ന് പറയുന്ന ഒരു കിണറ്റിൽ വീണതാ, ആ മനുഷ്യനെ തല്ലിക്കൊല്ലുകയാണോ ചെയ്യേണ്ടത്? അയാൾ അവിടെ നിന്ന് ആ കിണറ്റിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്ത്. എങ്ങനെ? അള്ളാഹിനോട് തൗബ ചെയ്യാൻ വേണ്ടി പറയും, അള്ളാഹുവിനോട് തൗബ ചെയ്യട്ടെ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കിൻ. ആ മനുഷ്യനോട് ഹസനാത്ത് ചെയ്യാൻ വേണ്ടി, ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്, നിങ്ങൾ ചെയ്യുന്ന നന്മകൾ നിങ്ങളുടെ തിന്മകളെ മായ്ച്ചു കളയും. അപ്പോൾ അയാൾ കുറേ നന്മ ചെയ്യട്ടെ, ഖുർആൻ ഓതാൻ വേണ്ടി പറയും, ഒരു ഉംറ ചെയ്യട്ടെ, ഹബീബായ തങ്ങൾ പോയി സിയാറത്ത് ചെയ്യട്ടെ, മഹാന്മാരെ പോയിട്ട് സിയാറത്ത് ചെയ്യട്ടെ, സ്വാലിഹീങ്ങളോട് ദുആരപ്പിക്കട്ടെ, അവരുടെ അടുത്ത് പൊരുത്തം വാങ്ങിക്കട്ടെ. ഇങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നല്ല കാര്യങ്ങൾ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കിൻ. എന്നല്ലാതെ ഇയാളെ തല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഇയാളെ തല്ലിക്കൊല്ലുകയാണോ? ഇതാണോ ചെയ്യേണ്ടത്? ഈ മനുഷ്യനൊരു കിണറ്റിൽ വീഴുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുത്തൂലേ? എന്നാൽ ഇയാൾ തിന്മയുടെ ഒരു കിണറ്റിലാണ് വീണത്, അയാൾ നിങ്ങൾ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ റിഫ്ഖൻ ബിൽ മുദ്നിബീൻ. അതാണ് സ്വാലിഹീങ്ങളുടെ കാഴ്ചപ്പാട്. തെറ്റ് ചെയ്ത് നടക്കുന്ന ആളുകളോട് ഒരു റിഫ്ഖ് തോന്നുക. ഇത് ഇസ്ലാമിക ശരീഅത്തിന്റെ ഒരു ഹൈ ലെവൽ തിങ്കിങ് ആണ്. അവരൊന്നും ഇപ്പോൾ ഒരു തെറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ, ഇപ്പോൾ മഹാനായ എത്തിപ്പറ്റ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹുയുടെ ഖബറും സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ, നമ്മൾ കണ്ട മഹാനാണ്. ഉസ്താദിൻ്റെ ചില തസറുഫാത്ത് എന്നൊക്കെ മനസ്സിലാവും. ഒരു മനുഷ്യനെങ്ങനെ നോക്കിയിട്ടൊക്കെ ഉസ്താദിന് ചില സമയത്തൊക്കെ പറയുന്ന ചില ഫിറാസത്തുകൾ വളരെ കൃത്യമായിരിക്കും. അപ്പോൾ എത്രയോ ചെറുപ്പക്കാർ അല്ലാത്തവരും ഉസ്താദന്മാരും ചാലിമീങ്ങളും സാധാരണക്കാരും ഒക്കെ മഹാനവരുടെ അടുത്ത് വരും. ഒരു പക്ഷേ അതിൽ വരുന്നൊരു കള്ളു കുടിച്ച് വരുന്ന മനുഷ്യന്മാരുണ്ടാവില്ലേ, തോന്നിവാസം ചെയ്ത് വരുന്നവരുണ്ടാവും, തെറ്റ് ചെയ്ത് ഉമ്മയുടെ വാപ്പയോടും പിണങ്ങിയിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടാവും. ഇങ്ങനത്തെ ആളുകളൊക്കെ ആ മഹാന്റെ സദസ്സിൽ വരും. പക്ഷേ ഒരാളോടും കാമ ഉസ്താദ് നിങ്ങൾ ഇന്നെ തെറ്റ് ചെയ്ത് നടക്കുന്ന മനുഷ്യനല്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ കുരുത്തക്കേടുള്ള ആളല്ലേ എന്നൊരു വാക്ക് ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല എന്നാ. അതെന്തേ? റഹ്മത്താണ്. ആ മനുഷ്യൻ വന്നത് ഒരു ഖൈറായ സദസ്സിലേക്കാണ്. കള്ളുടിയന്മാരുടെ അടുത്തേക്ക് പോകായിരുന്നല്ലോ അയാൾക്ക്, അതിന് പകരം അവിടെ പോകാതെ ഇവിടെ വന്നത് എന്തിനാ? അള്ളാഹു ആ മനുഷ്യനിൽ ഒരു റഹ്മത്ത് ഉദ്ദേശിച്ചുകൊണ്ടല്ലേ സ്വാലിഹീങ്ങളിരിക്കുന്ന സദസ്സിലേക്ക് വരുന്നത്. അത് അള്ളാഹു ചെയ്ത് തൗഫീഖല്ലേ. നിങ്ങൾ ഇവിടെ വന്നിരുന്നു, നിങ്ങൾ ഈ സദസ്സിലേക്ക് വരുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചിട്ടാണ്. അല്ലെങ്കിൽ എവിടെയല്ല എന്തൊക്കെ ഫംഗ്ഷന്, എന്തൊക്കെ ഓട്ടം ചാട്ടവും കളിയൊക്കെ നടക്കുന്നുണ്ട് ലോകത്ത്, അവിടെ പോയിക്കൂടായിരുന്നോ? ഒന്നുമില്ല, മൊബൈൽ ഫോണാക്കി ഇങ്ങനെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ എന്തൊക്കെ മനുഷ്യന് എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇവിടെ വന്നത് എന്തിനാ? അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വന്നതാ. അതുകൊണ്ട് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പാക്കി കൊടുക്കും. അങ്ങനെ വന്ന ഒരാളെ പിന്നെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടുണ്ടോ? അയാൾ വന്ന് നന്നാവാനാ, പിന്നെ ആ മനുഷ്യനെ കുറ്റപ്പെടുത്താൻ പാടുണ്ടോ? ചെയ്യാൻ പാടില്ല. ആരും എങ്ങനെ മുദ്നിബീങ്ങളോട്, തെറ്റ് ചെയ്ത ആളുകളോട് റഹ്മത്ത് കാണിക്കുക എന്ന്, അത് നമ്മൾ പണ്ട് മഹാനായ മഅറൂഫുൽ ഖർഹി തങ്ങളുടെ ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഅറൂഫുൽ ഖർഹി തങ്ങൾ അല്ലേ, ആ ബോട്ട് പോകണമല്ലോ ഒന്ന് മുക്കി താഴ്ത്തണേ എന്ന് പറഞ്ഞപ്പോൾ മഹാൻ ദ്വാരുന്നിട്ടില്ല. ദ്വാരുന്നത് എന്താ? അള്ളാഹുവെ ദുന്യാവിൽ സന്തോഷം കൊടുത്ത പോലെ ആഖിറത്തിലും സന്തോഷം കൊടുക്കണമേ. അത് ആരിഫീങ്ങളുടെ രീതിയാണത്. അതിനങ്ങേയറ്റ. അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യുന്നവരോ, എന്നെ ചീത്ത പറഞ്ഞ പോലെ പഠിച്ചവനെ മുക്കിത്താത്തനെ, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ അങ്ങനെ ആക്കണേ, ഇങ്ങനെ ആക്കണേ.
അങ്ങനെയൊന്നും പറയരുത്. മുഅ്മിനീങ്ങൾ, സ്വാലിഹീങ്ങളും ആലിമീങ്ങളും എന്ന് പറയുന്ന ആരിഫീങ്ങളായ ആളുടെ മനസ്സ് ഭയങ്കര വിശാലമായിരിക്കും. അവർക്ക് വിശാലമായൊരു ലോകത്തെ ഉൾക്കൊള്ളാൻ കഴിയും. ആ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹൃദയവിശാലത റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി എന്ന് മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയത് അതാണ്. ഈ ലോകം അങ്ങനെ വെറും മലക്കുകളെ പോലെ ജീവിക്കുന്ന മനുഷ്യന്മാർ മാത്രമുള്ളൊരു ലോകം അങ്ങനെ ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് ഇടങ്ങേറുണ്ടാക്കുന്നവരുണ്ടാവും, നമ്മളെ വിഷമിപ്പിക്കുന്നവരുണ്ടാവും. നമ്മൾ ഒരു ഉപദ്രവം അങ്ങോട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഇങ്ങോട്ട് കിട്ടുന്നൊക്കെ ഉപദ്രവമായിരിക്കും. നമ്മൾ അവർ ഒരു ബന്ധം, ഒരു പ്രശ്നമില്ല, പക്ഷേ ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവും. ഈ ദുന്യാവ് അങ്ങനെയാണ്, ഈ ലോകം അങ്ങനെയാണ്. അത് അതിൻ്റെ വഴിക്ക് വിട്ട മിണ്ടാണ്ട. കണ്ടില്ല കേട്ടില്ല എന്ന് വിടുക, കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു വിടുക. അവർക്ക് വേണ്ടി ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യുക. പടച്ചോനെ ഹിദായത്ത് കൊടുക്കണേ, പടച്ചോനെ അള്ളാഹു നീ നല്ല ബുദ്ധി കൊടുക്കണമേ, പടച്ചോനെ നന്നാക്കി കൊടുക്കണമേ. എന്ത് ചെയ്യാനാണ് എന്ന് ചിന്തിക്കുക. മഅറൂഫുൽ ഖർഖി തങ്ങൾ അന്ന് ദുആ ചെയ്തങ്ങനെ, അല്ലാഹുമ്മ കമാ ഫറഹ്തഹും ഫിദ്ദുനിയ ഫഫർരിഹും ഫിൽ ആഖിറ. ആ ചരിത്രം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ദിജ്ല നദിയിൽ കള്ളു കുടിച്ചിട്ട് മരവിഷ്കരിക്കാതെ ഒരു ബോട്ടിലൂടെ ആളുകൾ ഉന്മാദചിത്തരായി, ആനന്ദ തുന്നിലരായി, ഡാൻസ് കളിച്ച്, പാട്ടുപാടി, കള്ളുകുടിച്ച്, വിളക്കും കത്തിച്ച് അന്നത്തെ ദുബൈ എന്ന് പറഞ്ഞാൽ ദിജ്ലയാണ്, ഇറാഖാണ്. അന്നത്തെ ദുബൈ ബഗ്ദാദാണ്. അത്രയും അഡ്വാൻസ്ഡായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് കച്ചവടക്കാർ വന്നിരുന്ന, ലോകത്തെ ഫുട്പാത്തുകളൊക്കെ ഇൻ്റർലോക്ക് ചെയ്തിരുന്ന നാടാണത്. എത്ര 1000 വർഷങ്ങൾക്ക് മുമ്പ്. അത്രയും വലിയ ഒരു സാംസ്കാരിക പൈതൃകമുള്ള നാടാണത്. അപ്പോൾ അവിടെ ഈ അപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, അഡ്വാൻസ്മെൻറ്റ് വരുമ്പോൾ അവിടെ അടിച്ചുപൊളിയും കൂടും, അതിൻ്റെ കൂട്ടത്തിൽ വരും. അങ്ങനെ ചെത്തിപ്പൊളിച്ച് നടക്കുന്നവർ യോയോ കളി എന്നൊക്കെ പറയില്ലേ, അന്നത്തെ ചെറുപ്പക്കാർ അങ്ങനെ നടക്കുമ്പോഴാണ് മഹാനായ മഅറൂഫുൽ ഖർഖി എന്ന് പറഞ്ഞ ലോകപ്രശസ്തനായ ദുആക്ക് ഇജാബത്തുണ്ടായിരുന്ന മഹാൻ, ദ്വാരുന്ന അപ്പുത്തരം കിട്ടും, അങ്ങനത്തെ മഹാനാണ് മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി അലൈഹി. ഇറാഖുകാരനാണ്. മഹാനവരോട് ദ്വാരക്കാൻ വേണ്ടി പറയാം, അവർ ഈ ബോട്ടിലെ മുഴുവൻ ആളുകളൊന്നും മുങ്ങിയാൽ ഇവിടുത്തെ പ്രശ്നം തീരുന്നു. അപ്പം അങ്ങനെ പറയും ചില ആളുകൾ. ഒരു സംഘ ആൾക്കാർ ഒരുമിച്ച് അവിടെ വല്ലതും വീണാ ഏറ്റവും തീർന്നാൽ പിന്നെ ലോകം നന്നായേനെ. അവിടെ നിന്നൊന്നും വീഴൊന്നുമില്ല, അതങ്ങനെ ഉണ്ടാവും. അങ്ങനെ വീഴാൻ വേണ്ടി തുറന്നിട്ടൊന്നും കാര്യമില്ല. ദുന്യാവ് അങ്ങനെയാണ്. അള്ളാഹു ഖൈറും ഷർറും ഒരുമിച്ച് കൊണ്ടുപോകുള്ളൂ. ഇവിടെ മഅറൂഫുൽ ഖർഖി ഞങ്ങൾ ദ്വാരക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു, അന അദ്ഉ ഫഅമ്മിനു, ഞാൻ ദ്വാരക്കാണ്, നിങ്ങൾക്ക് ആമീൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വിചാരിച്ചതാ ആ ബോട്ട് ഇപ്പത്താവും വെള്ളത്തിൽ, ഇപ്പം മുങ്ങിത്താവും താഴും. അങ്ങനെ ഒരു പ്രാർത്ഥന കഴിവുള്ള മഹാനാണ്. അള്ളാഹു ഉത്തരം കൊടുക്കും. അങ്ങനത്തെ ലിസാനാണ് മഹാനവറുകളുടേത്. മഹാൻ ദുആ ചെയ്തു. എല്ലാവരും ഇങ്ങനെ ആമീൻ പറയാൻ അങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ മുഖ്യതാത്രനെ എന്നാണ് പറയുന്നത് എന്നാണ് വിചാരിച്ചത്. മഹാൻ എന്താ പറയുന്നത്? അല്ലാഹുമ്മ കമാ ഫറഹ്തഹും ഫിദ്ദുനിയ ഫഫർരിഹും ഫിൽ ആഖിറ വസല്ലല്ലാഹു വസല്ലം. ഇവരൊക്കെ അന്തം വിട്ടു. എന്തിനപ്പി ആമീൻ പറയാം? പടച്ചവനെ, ഈ ദുന്യാവിൽ നീ അവരെ സന്തോഷിപ്പിച്ചതുപോലെ നാളെ ആഖിറത്തിലും സന്തോഷിപ്പിക്കണമേ. ആഖിറത്തിലും സന്തോഷിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലായി ദുന്യാവിൽ എന്ത് സന്തോഷമാണ് അവർക്കുണ്ടാവാൻ മഹാൻ ഉദ്ദേശിച്ചത്. ആഖിറത്ത് രക്ഷപ്പെടണമെങ്കിൽ ദുന്യാവിൽ അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഈ മക്കളെ നന്നാക്കണേ പഠിച്ചോനെ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അങ്ങ് കുരുത്തക്കേട് കളിച്ചിട്ട് ഇവർക്ക് സ്വർഗം കൊടുക്കണേ നല്ലത് വരുന്നത്. അള്ളാഹുവേ, ഇവർക്ക് ദുന്യാവിൽ സന്തോഷിക്കാൻ അവസരം കൊടുക്കുകയാണെങ്കിൽ ആഖിറത്തിലും സന്തോഷിക്കാൻ അവസരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ നീ ഇഷ്ടപ്പെടുന്ന ഹലാലിലുള്ള സന്തോഷം അവർക്ക് കൊടുക്കണമേ, ഇവരൊക്കെ നന്നാക്കണമേ. ഒരിക്കലും അവരെ മുഖ്യതാഴ്ത്താൻ വേണ്ടി ഇത് വരുന്നില്ല എന്നാണ് റസൂലുള്ളാഹി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉസ്ലൂബും അങ്ങനെയാണ്. ത്വായിഫുകാരോട് അവർക്കെതിരെ ദുആ ചെയ്യാൻ ഇൻശിഅത ഉത്ബിഖ അലൈഹിമുൽ അഖ്ശബൈൻ, ഈ 2 മാമലകൾക്കിടയിലുള്ള ഭാഗം അവരെ ത്വായിഫുകാരെ മാത്രമല്ല എന്നാ മക്ക ഖുറൈശികൾ അടക്കം അതിൽ പെടും. കാരണം അത് അത്രയ്ക്കുള്ളൂ, ചെറിയൊരു നാടാണ്. ആ മലകൾ 2 അമർന്നു കഴിഞ്ഞാൽ മക്കയും തകർന്നടിയും, ഖുറൈശികളും അതിൽ നശിച്ചു പോകും. അങ്ങനെ ഒരു പരീക്ഷണം, അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കാൻ ഒരു സമ്മതം തരണേ എന്ന് പറയുമ്പോൾ ഹബീബിൻ്റെ ലഅല്ലല്ലാഹു യുഖ്രിജു മിൻ അസ്ലാബിഹിം, അവരുടെ മക്കളിൽ നിന്നൊരു വിഭാഗം ആളുകൾ മൻ യുഅ്മിനു ബിഹാദദ്ദീൻ, ഈ ദീനിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ മക്കളുടെ മക്കളിലോ വരികയാണെങ്കിൽ അതല്ലയോ നമുക്ക് ഖൈറ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ബിദഅവതി വഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി. ഈ ദുന്യാവിൽ എല്ലാ നബിമാർക്കും ഒരു വീറ്റോ പവർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ദുആ,
അള്ളാഹു സാങ്ഷൻ ചെയ്യുമെന്ന് ഉറപ്പിച്ചു കൊടുത്ത ഒരു ദുആ കൊടുത്തിട്ടുണ്ട് എല്ലാ നബിമാർക്കും ഒരു ചോദ്യം. ആ ചോദ്യം ഉറപ്പായിട്ടും അള്ളാഹു കൺമുമ്പിൽ നടപ്പിലാക്കി കൊടുക്കും. ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ബിദഅവതിഹി, എല്ലാ നബിമാരും ആ പ്രാർത്ഥന ദുനിയാവിൽ വെച്ച് ദുആ ചെയ്തു കഴിഞ്ഞു. എൻ്റെ ഒരു ആ ദുആയാ നൂഹ് നബി ദുആ ചെയ്തത്, ലാ തദർ മിനൽ കാഫിരീന ദയ്യാറ, അള്ളാഹു ഇനി ആരും വെച്ചേക്കണ്ട പടച്ചോനെ. അങ്ങനെ വെള്ളപ്പൊക്കം വരുന്നത്. സ്വാലിഹ് നബി ദുആ ചെയ്തപ്പോൾ അങ്ങനെ ഉണ്ടായി. യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ഹൂദ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ദാവൂദ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ജാലൂത്തിൻ്റെയും താലൂത്തിൻ്റെയും യുദ്ധം നടക്കും. ഇങ്ങനെ തുടങ്ങി അമ്പിയാക്കന്മാർ ഓരോരുത്തരും ദുനിയാവിൽ ഉപയോഗിച്ചു കഴിഞ്ഞു എന്നാ. എൻ്റെ ഉമ്മത്തികൾക്ക് മുഴുവൻ പുറത്തു കൊടുക്കണേ എന്ന് നാളെ അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി എൻ്റെ ദുആ ഞാൻ നാളത്തേക്ക് മാറ്റിവെച്ചതാണ്. ഞാനിവിടെ ചോദിച്ചിട്ടില്ല അള്ളാഹുവിനോട്, ആ ദുആ ഞാനിവിടെ എടുത്തിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിൻ്റെ റഹ്മത്താണത്. പുണ്യ നബി ഞങ്ങൾ അവിടുത്തെ ഉമ്മത്തികൾക്ക് അള്ളാഹുവെ പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ വേണ്ടി ആ ദുആഇനെ ഹബീബായ തങ്ങൾ മാറ്റിവെച്ചു എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. كان موسى عليه السلام إذا كلمه الله عز وجل يرى النور على وجهه 3 أيام ولم يتعرض للنساء منذ كلمه. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സീനാമലയിൽ വെച്ച് സംസാരിച്ചു. അല്ലാതെയും അമ്പിയാക്കന്മാർ അള്ളാഹുവിനോട് ചില സംസാരങ്ങളുണ്ടാവും. അതിൻ്റെ മീഡിയം നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ യുറന്നൂറു അലാ വജ്ഹിഹി 3 അയ്യാം, 3 ദിവസം മഹാനായ മൂസ നബിയുടെ മുഖത്തൊരു പ്രകാശം കാണുമായിരുന്നു അത്രേ. 3 ദിവസം ആ നൂറുണ്ടാവും, ഒളിമങ്ങാത്ത പ്രകാശം. വലം യതഅറദ ലിന്നിസാഇ മുൻദു കല്ലമഹു. മൂസ അലൈഹിസ്സലാം ആ ഒരു നൂറ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മൂസ അലൈഹിസ്സലാമിനെ ഒരു പെണ്ണും കാണുന്ന അവസ്ഥകൾ ഉണ്ടാവാറില്ല. മൂസ അലൈഹിസ്സലാം ദഅവത്ത് ചെയ്യുന്നവരാ. പല ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ദഅവത്തിൻ്റെ ഭാഗമായിട്ട് മുന്നിൽ വരാം. പക്ഷേ ആ നൂറ് ഉള്ള കാലം അത്രയും മഹാനായ മൂസ നബി അലൈഹിസ്സലാം ലം യതഅറദ ലിന്നിസാ, ഒരു സ്ത്രീയും മൂസ നബി അലൈഹിസ്സലാമിൻ്റെ മുഖം കാണില്ല. അമ്പിയാക്കന്മാർ അവരും ഉമ്മത്തികളും തമ്മിലുള്ള ബന്ധം പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം പോലെയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇൽമ പഠിക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ വന്ന് ചോദിക്കും തങ്ങളുടെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊന്നും പ്രയാസമല്ല. പക്ഷെ മൂസ അലൈഹിസ്സലാമിൻ്റെ നൂറ് 3 ദിവസം ഒളിമങ്ങാതെ, അതുമാത്രമല്ല ചില റിവായത്തുകളിൽ 40 ദിവസത്തോളം മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുമായി സംസാരിച്ചതിന് ശേഷം ഒരു മഖ്ലൂക്കിനോട് മിണ്ടിയിട്ടില്ല എന്നാണ്. അള്ളാഹുവിനോട് സംസാരിച്ചതിന് ശേഷം പിന്നെ സംസാരിച്ചില്ല. 40 ദിവസം മഹാനവറുകൾ സംസാരം നിർത്തിവെച്ചു, വേറെ ആരോടും മിണ്ടിയില്ല. സുബ്ഹാനല്ലാഹ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നു, അസ്സകീനതു വൽ വഖാറു ഫീ അഹ്ലിൽ ഗനം വൽ ഖുയലാഉ ഫീ അഹ്ലിൽ ഇബിൽ. ഖാല وبعث موسى وهو يرعى غنما لأهله وبعثت وأنا أرعى غنما لأهلي بجياد. മൂസ അലൈഹിസ്സലാം ആട്ടിടയനായിരുന്നല്ലോ, ആടിനെ മെച്ചിരുന്നു. മൂസ നബി അലൈഹിസ്സലാം ഷെപ്പേർഡായിരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒട്ടകത്തിൻ്റെയും ആടിൻ്റെയും ആളുകൾ വന്ന് ഫഖർ പറയാൻ തുടങ്ങിയെന്ന്. ഒട്ടകത്തിൻ്റെ മുതലാളിമാരും ആടുംകുട്ടിയുടെ മുതലാളിമാരും. ഒട്ടകം എന്ന് പറഞ്ഞാൽ അന്നത്തെ 4x4 ആണ്. അന്നത്തെ ഒരു 4 വീൽ വണ്ടി, ലാൻഡ് ക്രൂസറോ നിസാൻ പെട്രോളൊക്കെ ഉദ്ദേശിച്ചോളൂ. അതാണ് അന്നത്തെ ഒട്ടകം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒട്ടകത്തിൻ്റെ ആളുകളാണ്.
അപ്പോൾ ഞങ്ങൾ വലിയ ആളുകളാണ് എന്ന രീതിയിൽ അവർ ഫഖർ പറയാൻ തുടങ്ങി. അപ്പോൾ ഇപ്പുറത്തെ ആടിനെ മേയ്ക്കുന്ന ബതുക്കളുണ്ട്, അവർ പറഞ്ഞു ഞങ്ങളുണ്ടായിട്ടില്ലെങ്കിൽ കുടിക്കാൻ പാലിട്ടുള്ളൂ, ഞങ്ങളുണ്ടെങ്കിലെങ്കിൽ മാംസം കിട്ടുള്ളൂ. ഒട്ടകത്തങ്ങനെ ആടിനിറക്കണ പോലെ ഇറക്കാൻ പറ്റില്ലല്ലോ, അല്ല ഒട്ടകം അത്ര പെട്ടെന്ന് പെറ്റ് പെരുകൂല ആടുകളെപ്പോലെ. അപ്പോൾ ഞങ്ങളല്ലേ നിങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ആട്ടിടയന്മാർ ഇപ്പുറത്തും അതുപോലെ അവരും പറഞ്ഞു എന്ന് പറഞ്ഞു. ഇവരൊക്കെ പറയുമ്പോൾ അവരും പറഞ്ഞു. അങ്ങനെയാണല്ലോ, ഒരു കൂട്ടർ തുടങ്ങി വെക്കും മറ്റൊരു അങ്ങ് ചേർത്ത് പറയും. ഇത് പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹ്, പുണ്യനബി തങ്ങൾ പറഞ്ഞു, അസ്സകീനത്തു വൽ വഖാറു ഫി അഹ്ലിൽ ഗനം. ആടുകളെ വളർത്തുന്ന ആളുകളിൽ സക്കീനത്തും വഖാറുമുണ്ട് എന്ന് പറഞ്ഞാൽ സക്കീനത്ത് എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ്. സമാധാനവും മുഖത്ത് ഒരു ഗാംഭീര്യവും, സമാധാനം നിറഞ്ഞ ഗാംഭീര്യത്തിനാണ് വഖാർ എന്ന് പറയാം. ചില മുഖങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ശംസുൽ ഉലമ തങ്ങളൊക്കെ കണ്ടവരുണ്ടാവും. ശംസുൽ ഉലമ തങ്ങളുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ ആ ഒരു മുഖത്തിൻ്റെ ഒരു ഗാംഭീര്യം, ഒരു എന്തെന്നില്ലാത്ത ഒരു, നമുക്ക് നിർവചിക്കാൻ കഴിയില്ല ആ മുഖത്തിൻ്റെ ഒരു തെളിമയും ഒരു മഹത്വവും ഒരു വഖാറും സക്കീനത്തും ഒരു ശാന്തസുന്ദരമായ ഒരു ഗാംഭീര്യം മുഖത്ത് നിഴലിക്കുന്നു. അതിനാണ് വഖാർ എന്ന് പറയാം. അത് ചില മഹാന്മാരായ ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, ആലിമീങ്ങൾ, ആബിദീങ്ങൾക്ക് അള്ളാഹു നൽകുന്നൊരു സംഗതിയാണ്. വഖാറുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഖാറുണ്ടായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാമും തങ്ങളും നോക്കിയ ആരാ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത്? ഹബീബായ തങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാ ശക്കിൻ, അവിടെ സംശയം വേണ്ട. അതിൻ്റെ പകുതിയേ ഉള്ളൂ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോഴേ അവർ ആപ്പിൾ ചെത്തുന്ന പെണ്ണുങ്ങൾ കൈ ചെത്തി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു അനുഭവമൊന്നും പുണ്യനബിയെ കണ്ടപ്പോൾ ആരും കൈ ചെത്തിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മറുപടി ഉലമാ പറയുന്നത് ഇങ്ങനെയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെത് ജമാലും സക്കീനത്തുമാണ്, പുണ്യനബി തങ്ങളുടേത് ജമാലും വഖാറുമാണ്. ഹബീബിൻ്റെ മുഖത്ത് വഖാറുണ്ട്, ഗാംഭീര്യമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാറുണ്ടാകുമ്പോൾ അതുണ്ടാവില്ല. വെറും ഒരു സൗന്ദര്യം ആസ്വദിക്കുന്ന പോലെയല്ല, ഒരു ഗാംഭീര്യമുള്ളൊരു സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഹബീബിൻ്റെ മുമ്പിൽ അങ്ങനെ കൈചെത്തിപ്പോയ അനുഭവം പോലൊത്തത് ഉണ്ടാവാതിരുന്നത് എന്നാണ് ഇതിന് മറുപടി പറയാം. ഹബീബിൻ്റേത് വഖാർ. ഹൂഎവർ മെറ്റ് ഹിം ഫോർ ദ ഫസ്റ്റ്, ഗിബ്ബൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഹൂഎവർ മെറ്റ് ഹിം ഫോർ ദ ഫസ്റ്റ് ടൈം ഹി വാസ് ഫിൽഡ് വിത്ത് ഓ. ഹബീബിനെ കാണുമ്പോൾ ഒരു ഗാംഭീര്യം ബോധിക്കുമായിരുന്നു എന്ന്. തങ്ങളോട് എന്തെന്നില്ലാത്തൊരു കൗതുകമൂറുന്ന എന്നാൽ ഗൗരവമുള്ള ഒരു മുഖമാണ് ഹബീബിൻ്റേത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗന്ദര്യവും ഗാംഭീര്യവും ഒത്തിണങ്ങി വരാൻ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബിതങ്ങളുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്നപ്പോൾ തർതഇദു ഫറായിസുഹാ, ആ പെണ്ണിൻ്റെ കയ്യും കാലങ്ങനെ കൂട്ടിമുട്ടാൻ തുടങ്ങിയെന്ന് പേടിച്ചിട്ടേ. പെട്ടെന്ന് അങ്ങനെ പേടി വരില്ല. ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചിലപ്പോൾ വെറുതെ കാലിട്ടടിച്ച് ഓൻ പറയണ്ട കാലെ അടങ്ങി നിൽക്കുന്നതൊക്കെ. പക്ഷേ കാല് നിൽക്കണ്ടേ. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോണ്ട് അങ്ങനെ ഇപ്പുറത്ത് പോലീസ് ഇരിക്കുമ്പോൾ കയ്യും കാലും വിറക്കണ്ടെന്ന് പറഞ്ഞ് കുറേ മോട്ടിവേഷൻ കേട്ട് പോയതായിരിക്കും. അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, പേടിയാവും. ചിലപ്പോൾ അങ്ങനെ മനുഷ്യന്മാർക്ക് അവരുടെ ഷുഊറുകളെ, മശായിറുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോർമൽ, ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഹബീബിൻ്റെ മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ടൊരു ഉമ്മ ഇങ്ങനെ വിറക്കുകയാണ്. അപ്പം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിറക്കുന്നത്, എന്തിനാ പേടിക്കുന്നത്? ഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ കാനത് തഅകുലുൽ ഖദീദ്. മാംസം ഉണക്കി സൂക്ഷിച്ചു വെക്കുന്ന മാംസത്തിന്, അത് ഫ്രഷ് തിന്നുന്ന ആളുകളുണ്ടെന്ന്. പക്ഷേ ഈ പാവപ്പെട്ടവർക്ക് ഫ്രഷ് തിന്നാൻ കഴിയില്ല. അപ്പോൾ മുതലാളിമാരൊക്കെ കഴിച്ച് ബാക്കിയുള്ള മാംസം അവർക്ക് ആവശ്യമില്ലാത്തത് അവരെടുത്ത് നേർത്ത് കട്ട് ചെയ്തിട്ട് വെയിലിൽ വെച്ച് ഉണക്കിയിട്ട് അവർ സൂക്ഷിച്ച് എന്തെങ്കിലും കാലത്ത് അത് വെള്ളത്തിലൊക്കെ പുതിർത്തിയിട്ട് അവർ മാംസമായിട്ട് ഉപയോഗിക്കും. അതിനാണ് ഖദീദ് എന്ന് പറയാം, ഉണക്ക മാംസം എന്ന് പറയാം. അപ്പോൾ തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അംസിക്കി അലൈക്കി, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിച്ച് വിറക്കണത് ഉമ്മ? ഇന്നമാ അന, ഞാൻ ഇബ്നു ഇംറഅത്തിൻ, എൻ്റെ ഉമ്മ എന്ന് പറയുന്ന ആമിന ബീവി റളിയല്ലാഹു അൻഹ, കാനത് തഅകുലുൽ ഖദീദ്, ഖദീദ് തിന്നുമായിരുന്ന പെണ്ണായിരുന്നു. എൻ്റെ ഉമ്മ വലിയൊരു മുതലാളിച്ചയോ ഭയങ്കരമായ ഒരു ആർഭാടത്തിൽ ജീവിച്ച, ഒരു ആഡംബരത്തിൽ ജീവിച്ച കുബേരയായൊരു പെണ്ണൊന്നും അല്ല. ഒരു നാടൻ സാധാരണ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന പോലെ ഉണക്കമാംസം തിന്നിട്ടാണ് എൻ്റെ ഉമ്മ ജീവിച്ചത്. എന്നല്ല ഫ്രഷ് മാംസം തിന്നാനൊന്നും എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു. അങ്ങനത്തെ ഖദീദ് തിന്നിരുന്ന ഒരു ഉമ്മയുടെ മോനാണ് ഞാൻ. അങ്ങനത്തെ എൻ്റെ മുമ്പിൽ നിങ്ങൾ എന്തിനാ എങ്ങനെ വിറക്കണത് എന്ന് തങ്ങൾ ചോദിച്ചു എന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മറ്റൊരു
നബി തങ്ങളുടെ ക്വാളിറ്റിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ അങ്ങനെ വളരെ ഓവർവെൽംഡായി മാറുക എന്ന് പറയും, ശരിക്കും സ്ട്രെസ്ഡായി പോവുക, അല്ലെങ്കിൽ വല്ലാണ്ടങ്ങ് സ്റ്റക്ക് വിത്ത് അങ്ങനെയൊക്കെ ആകുമ്പോഴേ അവരൊന്ന് സമാധാനിപ്പിക്കാൻ ചില ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയും. എന്തിനാ പേടിക്കണത്, ചില എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, എന്താ വിശ്വസിക്കുന്നത്, മനുഷ്യന്മാരല്ലേ, നമ്മളെ മനുഷ്യന്മാരാണ്. തങ്ങളുടെ അങ്ങനെ ഒരു ജമാലിയത്ത് തങ്ങൾക്കുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾക്ക് ജമാലും വഖാറും ഉണ്ടായിരുന്നു. അപ്പോൾ തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സകീനത്തു വൽ വഖാറു ഫി അഹ്ലിൽ ഗനം. ഗനമിൻ്റെ ആളുകളിലാണ്, ആടുകളെ മേച്ചു നടക്കുന്ന ആളുകളിൽ സകീനത്തും സമാധാനവും വഖാറുമുണ്ട്, ഗാംഭീര്യവുമുണ്ട്. വൽ ഖുയലാഉ ഫി അഹ്ലിൽ ഇബിൽ. ഒട്ടകത്തെ കൊണ്ടു നടക്കുന്ന ആളുകളിൽ അഹങ്കാരവുമുണ്ട് എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങനെയാണ്. അത് ശരിയാണ്. ഈ വലിയ വണ്ടി കയറിയിരിക്കുമ്പോൾ ചില ആൾക്ക് തോന്നിപ്പോവത്, അത് തോന്നാൻ പാടില്ല എന്നാണ്. മുഅ്മിനീങ്ങൾക്ക് തോന്നാൻ പാടില്ല. അല്ലെങ്കിൽ പറയില്ലേ, മാറിക്കൊടുത്ത പിരാന്തനായിരിക്കും വരുന്നത് ബാക്കിൽ എന്ന്. ചെറിയ വണ്ടിയാണെങ്കിൽ അങ്ങനെ പ്രശ്നമില്ലല്ലോ, നമുക്ക് പേടി തോന്നില്ല. മറ്റേത് വലിയ ട്രക്ക് പോലത്തെ വണ്ടികളൊക്കെ വരുമ്പോഴേ നമ്മൾ മാറിക്കൊടുത്തേ പറ്റൂ. അവർക്കും തോന്നും ഞാൻ തന്നെ ഇപ്പോൾ റോട്ടിൽ കൂടെ പോകേണ്ട ആൾ, വേറെ ആരുമല്ല, മാറി നിൽക്കടാ എന്ന രീതിയിലായിരിക്കും അവരുടെ ബിഹേവിയറും. അങ്ങനെ വൽ ഖുയലാഉ ഫി അഹ്ലിൽ ഇബിൽ. കുറച്ച് ഹൈറ്റുള്ള സാധനമുള്ള ഇബിൽ, ഹൈറ്റ് കൂടുമ്പോൾ ഒരു മനുഷ്യൻ അഹങ്കാരം വരുന്നു എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് വെച്ചാൽ എല്ലാ ഒട്ടകത്തെ മേച്ചടന്ന് നബി തങ്ങൾക്ക് ഒട്ടകമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് ഖസ്വ എന്ന് പറയുന്ന ഒട്ടകം ഉണ്ടായിരുന്നു, തങ്ങൾ ഒട്ടകത്തെ മേച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്, സ്റ്റീരിയോ ടൈപ്പിംഗ് അല്ല അത്. പക്ഷേ മനുഷ്യന് അങ്ങനെ അത് വന്നുപോകും. മനുഷ്യൻ എപ്പോഴും ഒരു ഉയർന്ന ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ, ഒരു ഉയർന്ന ലെവലിലേക്ക് എത്തുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കടന്നു വരാൻ ഏറ്റവും സാധ്യതയുള്ള സാധനം അഹങ്കാരമാണ്. അങ്ങനെയാണ്, സ്വാഭാവികമാണ്. അത് ജോബാണെങ്കിലും, ഒരു മനുഷ്യൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് ആണെങ്കിലും, ഒരു മനുഷ്യൻ്റെ സമ്പത്താണ്. ഇല്ലാ മാ റഹിമ റബ്ബി. അള്ളാഹുവിനെ പേടിക്കുന്ന മനുഷ്യന്മാരാണെങ്കിൽ ഉണ്ടാവില്ല. പടച്ചവനെ ഇതെല്ലാം എൻ്റെ റബ്ബിൻ്റെ പരീക്ഷണമാണ് എന്ന് ചിന്തിക്കുന്നവരാ മുഅ്മിനീങ്ങൾ. അങ്ങനത്തെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അത് വലിയ വിഷയമാണ്. ഖുയലാ വരും, അഹങ്കാരം വരും. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ബുഇസ മൂസ വഹുവ യർആ ഗനമൻ ലിഅഹ്ലിഹി. മൂസ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നുബുവത്ത് കൊടുക്കുമ്പോൾ മൂസ അലൈഹിസ്സലാം സ്വന്തം നാട്ടുകാർക്ക് ആടിനെ മേച്ചു കൊടുക്കുന്ന അവസ്ഥയിലായിരുന്നു. മൂസ നബി അലൈഹിസ്സലാം റാഇൽ ഗനം, ആടുകളെ മേച്ചു നടക്കുന്ന ആളായിരുന്നു ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കാലം. അതുകൊണ്ട് മൂസ നബിയിൽ വഖാറുമുണ്ട്, സക്കീനത്തുമുണ്ട്, സമാധാനം കിട്ടും. ഈ ആടുകളൊക്കെ മേച്ച് നടക്കുന്ന ഒരു വലിയ ക്വാളിറ്റി. നമ്മൾ ഉപ്പമാരിലൊക്കെ എപ്പോഴും വീട്ടിൽ ആട് വേണം, ആടിൻ്റെ ആ ശബ്ദം, ആടിനെ ഒന്ന് പരിപാലിക്കുക, അതിനെ കുളിപ്പിക്കുക, അതിന് മുടി ചീകി കൊടുക്കുക, അതിനെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കുക, അതിനോട് വർത്തമാനം പറയുക. ഇങ്ങനെയൊക്കെ എത്ര ആളുകളുണ്ടെന്നറിയോ അല്ലേ? സുബ്ഹാനല്ലാഹ്. പൂച്ചനൊക്കെ സ്നേഹിച്ചിട്ട് 2 കൊല്ലമായിട്ട് പൂച്ച ചത്തുപോയിട്ട് സങ്കടപ്പെട്ട് ഒരു കേസ് എനിക്കറിയായിരുന്നു. 2 കൊല്ലമായിട്ട് ദ്വാരക്കാൻ പറയുന്നത് എന്താ അറിയോ? പൂച്ച ചത്ത സങ്കടം പറയാനേ. നമുക്ക് ചിരി വരും, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ്. ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിപ്പോയി ഒരു സഹോദരി. പൂച്ച ചത്തുപോയതാ, വേറൊരു വിഷയം, കുട്ടികൾ മരിച്ചതല്ല, ഭർത്താവിന് എന്തെങ്കിലും പറ്റിയതാണ്, അതുമല്ല, വീട് പൊളിഞ്ഞു വിടുന്നത്, അതൊന്നുമല്ല, പൂച്ച ചത്തതാണ്. പക്ഷേ ആ പൂച്ചനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, പിന്നെ ദ്വാരം കൊടുക്കണേ, അള്ളാഹുവെ മനസ്സിൽ സമാധാനം കൊടുക്കണേ. കാരണം ചില ജീവികളോടുള്ള അറ്റാച്ച്മെൻ്റ് അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. ആടുകളും കന്നുകാലികളും അങ്ങനെ ബർക്കത്ത്. ആടിനെ നബി തങ്ങൾക്ക് വല്ലാണ്ട് ഇഷ്ടമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആടുകളെ നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആടുകളെ മേയ്ക്കുന്നവരിൽ സമാധാനമുണ്ടാകുമെന്ന് പറഞ്ഞു, അവരിൽ ഒരു വഖാറുമുണ്ടാകും. മൂസ നബി അലൈഹി സ്വലാം അങ്ങനെയാണ്. എൻ്റെ നാട്ടുകാരായ ജിയാദിലെ ആളുകൾക്ക്, മക്കയിലൊക്കെ ഹോട്ടലിൻ്റെ പേര് അജിയാദ് ജിയാദ് എന്ന് കേട്ടിട്ടില്ലേ? ആ ചെറിയ കുന്നിൻ ചെരുവുകൾക്ക് പറയുന്ന പേരാണത്. ആ മലഞ്ചെരുവിൽ താമസിക്കുന്ന ആളുകളുടെ ആടുകളെ ഞാൻ മേച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലായിരുന്ന സമയം തങ്ങൾ ആടുകളെ മേച്ച് അത് ജോലിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കച്ചവടം ചെയ്തു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മൈസറ എന്നിവരുടെ കൂടെ നബി തങ്ങൾ ചെയ്ത യാത്ര, കച്ചവടത്തിൻ്റെ യാത്ര. പക്ഷെ കൂടുതലും തങ്ങൾ ചെയ്തത് എന്താ? ആടിനെ വെച്ച് നടക്കുന്ന പണിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നുബുവത്തിൻ്റെ മുമ്പ് കേട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം. നുബുവത്തിൻ്റെ ശേഷം ഇപ്പം ചില ആളുകൾക്ക് അങ്ങനെ പിന്നെ ഈ വിമർശനങ്ങൾ ഇങ്ങനെ പറയുന്നവരെയും അപ്പോൾ കഥയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ പറയും, അവർ കേട്ടതിങ്ങനെ പറയായിരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ എന്ത് ജോലിയാണ് ചെയ്തത് നുബുവത്തിന് ശേഷം, എന്ത് ജോലിയാണ് ചെയ്തു?
നബി തങ്ങൾ ചെയ്ത ജോലി നുബുവത്തിൻ്റെ ജോലിയാണ്. തങ്ങൾ നുബുവത്തിൻ്റെ പണിയെടുത്തു. ദഅവത്ത് ചെയ്യുക. തങ്ങൾക്ക് വേറെ കച്ചവടം ചെയ്യാൻ വേണ്ടി പോയാൽ, ആടിനെ മേക്കാൻ വേണ്ടി പോയാൽ ഈ ദൗത്യം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തങ്ങളത് ചെയ്തു. പക്ഷേ തങ്ങൾ ആരോടെങ്കിലും അതിനെനിക്ക് ശമ്പളം വേണമെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഇവർ എന്താ ഈ ചുരുട്ടി കൊണ്ടുവരുന്നതെന്നറിയോ? നബി തങ്ങൾ വെറുതെ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ വെറുതെ ജീവിച്ചതാണ്, ആളുകളുടെ നിന്ന് പൈസ വാങ്ങി നബി തങ്ങൾ ജീവിച്ചു എന്ന് പറയാനാണ് ഇതിങ്ങനെ കൊണ്ടുവരുന്നത്, തങ്ങളുടെ മേലിൽ കളവ് പറയാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ ആരോടും ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. തങ്ങൾ എന്താ പറഞ്ഞത്? ഇന്നമ അന അജൂഉ, ഞാൻ പട്ടിണി കിടന്നുകൊണ്ട് ജീവിക്കാം, എനിക്ക് പ്രശ്നമില്ല, ഞാൻ പട്ടിണി കിടന്നോളാം. വീട്ടിൽ ഭക്ഷണമല്ലേ, എവിടുന്ന് കിട്ടും? ആരെങ്കിലും ദാനമായി കൊടുത്താൽ. തങ്ങൾ ആരോടും ചോദിക്കൂല. ആരെങ്കിലും ദാനമായി കൊണ്ടു കൊടുത്താൽ തങ്ങൾ കഴിക്കും. തങ്ങൾ ഈ ദഅവത്ത് ചെയ്തിട്ട് തങ്ങൾ ഒരു സമ്പന്നനായി മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഒരു പക്ഷേ ശത്രുക്കൾക്ക് പറയാം. ഇത് നബി തങ്ങൾ ഒരു പണിയെടുക്കാണ്ട് കോടീശ്വരനായി മാറി. അങ്ങനെ അല്ലല്ലോ. തങ്ങൾ ഏറ്റവും വലിയ ഫക്കീറായിട്ടല്ലേ ജീവിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ഫക്കീറായിട്ടാണ് ജീവിച്ചത്. തങ്ങൾക്ക് ആരെങ്കിലും എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ, ഹദിയ കിട്ടുകയാണെങ്കിൽ തങ്ങൾ തിന്നും. ഇല്ലേ, തങ്ങൾ പട്ടിണിയാണ്. എന്താ ചെയ്യുക? രാവിലെ പോയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അവിടുത്തെ സൗജാത്തു സ്വാലിഹാത്ത്, അവരോട് ചോദിച്ചു എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഒന്നുമില്ല നബിയെ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മറുപടി എന്താ? ഇദൻ അന സ്വായിമുൻ, ഞാൻ സുന്നത്ത് നോമ്പെടുക്കുകയാണ്. അതുകൊണ്ടാണ് ളുഹറിൻ്റെ മുമ്പ് നിങ്ങൾക്ക് സുന്നത്ത് നോമ്പ് നിയ്യത്താക്കാൻ പറ്റും. സുബഹിക്ക് ശേഷം, സുബഹി ഫജറായതിന് ശേഷം നോമ്പ് മുറിയുന്ന ഒരു കാര്യവും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ളുഹറിൻ്റെ മുമ്പ് നിയ്യത്ത് ചെയ്ത അന്നത്തെ നോമ്പ് കിട്ടുന്നതാണ്. അത് വരാൻ കാരണം തങ്ങളുടെ ഈ മസ്അലയാണ്. നബി തങ്ങൾ അവിടുത്തെ സൗജാത്തിൻ്റെ അടുത്തുകൂടെ പോയിട്ട് ചോദിക്കുക എന്തെങ്കിലും കഴിക്കാനുണ്ടോ? അപ്പോൾ അവർ പറയും ഒന്നുമില്ല നബിയെ. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു ഈത്തപ്പഴം പോലും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈത്തപ്പഴം എന്ന് വലിയ സംഭവമാണ്. അതുകൊണ്ടാണ് ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീന്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണേ എന്ന് പറയാൻ കാരണം അതൊരു വലിയ സംഭവമാണ്. ഈത്തപ്പഴം അതുപോലുമില്ല എന്നാണ് അതിനർത്ഥം. പിന്നെ എങ്ങനെ? പട്ടിണിയാണ്. അതുകൊണ്ട് നബി തങ്ങളുടെ ഭാര്യമാരെന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റൂല, അങ്ങനെ വിഷയം ഉണ്ടായില്ലേ, ഞങ്ങൾ പോവാണ്, ഞങ്ങൾ തൊലാക്ക് ചൊല്ലി തന്നാൽ മതി, പട്ടിണി കിടക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല, ഞങ്ങൾക്ക് റേഷൻ വേണം എന്നവിടുത്തെ ഭാര്യമാർക്ക് ഹബീബിനോട് ആവശ്യപ്പെടേണ്ടി വന്നു. സംഭവം ഉണ്ടായതല്ലേ, ചരിത്രങ്ങൾ പറയുന്നതല്ലേ. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്താൻ കാരണം എന്താ? തങ്ങൾ ഈ ദഅവത്ത് വെച്ചിട്ട് ഒന്നും അവരോട് ചോദിച്ചിട്ടില്ല. അവരാരെങ്കിലും അൻസ്വാരികൾ ഔദാര്യശീലമുള്ളവരാ, അവർ ഹബീബിന് കൊടുക്കും, ഭക്ഷണം കൊടുക്കും, പൈസ കൊടുക്കും, നബി തങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും, അവിടുത്തെ വീട്ടിലേക്ക് എന്തെങ്കിലും കൊടുത്തയക്കും. അങ്ങനെ അൻസ്വാരികൾ കൊടുത്തയച്ച വല്ലതുണ്ടെങ്കിൽ നബി തങ്ങൾ അവിടെ വന്ന ആൾക്കാർക്ക് അങ്ങനെ വിതരണം ചെയ്യും, അവിടുത്തെ ഭാര്യമാർക്ക് വിതരണം ചെയ്യും. ഈ വിതരണം ചെയ്ത് അവസാനം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് തങ്ങൾ കഴിക്കുക. അങ്ങനെ ജീവിച്ച ആളാണ് നബി തങ്ങളെന്ന് ഈ വിമർശകർ മനസ്സിലാക്കണം. അങ്ങനെയാണ് നബി തങ്ങൾ ജീവിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് പണിയൊന്നുമില്ല, നിങ്ങൾ കൊണ്ടുതരും പൈസ എന്ന് തങ്ങൾ ലാ അസ്അലുക്കും അലൈഹി അജ്റാ. ഖുർആനിൽ എത്ര തവണ അല്ലാഹു പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഇതിനൊരു പൈസയും ചോദിക്കുന്നില്ല, നിങ്ങൾ എനിക്ക് ഒരു ചുക്കും തരണ്ട, ഇതെൻ്റെ ദഅവത്താണ്, എൻ്റെ ബാധ്യതയാണ്, ഞാൻ നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരുന്നത് എന്ന് പറഞ്ഞ് ജീവിച്ച ആളാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്തിനാ തങ്ങളെ കുറ്റം പറയണ്ടേ? തങ്ങളതുകൊണ്ട് പൈസ ഉണ്ടാക്കിയിട്ട് തങ്ങൾ കോടീശ്വരനായി മാറി. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് അസൂയയും ഇതൊക്കെ വന്നേക്കാം. ഇനിയിപ്പോൾ അസ്ഹാബുകൾ അവിടുത്തെ മുഹിബ്ബീങ്ങൾ തങ്ങൾ കൊടുത്തു എന്ന് വിചാരിച്ച ഒന്നും പറയണമെന്നില്ല. പക്ഷേ ഉണ്ടായതെന്താ? അവിടുന്ന് വഫാത്താകുമ്പം പോലും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാള് ഒരു ജൂതൻ്റെ വീട്ടില. എന്തേ? ഒരു ബാർലി വാങ്ങിയിട്ട് പൈസ കൊടുക്കാനില്ലായിരുന്നു. അപ്പോൾ ആ ബാർലിയേക്കാളും വിലയുള്ള സാധനമാണ് അവിടുത്തെ ആ സേഫ്, അതവിടെ വെച്ച് പോന്നു. തങ്ങൾ കടബാധ്യത ഉണ്ടായിട്ടില്ല, കടം വിട്ടാനും അതിനപ്പുറം അതിലുണ്ട്. പക്ഷേ അത് പണയപ്പെടുത്തി, പലിശ പണയല്ല കേട്ടോ, ഇത് പണയെന്ന് പറയുമ്പോഴേക്കും ബാങ്കിലേക്ക് ഓടും ആൾക്കാർ. തങ്ങൾ പണയപ്പെടുത്തിയോ എന്നാൽ പിന്നെ നമുക്കും അല്ലല്ല, ജാമ്യത്തിന് കൊടുത്തു എന്നേ ഇതിനെ പറയാൻ പറ്റുള്ളൂ. പൈസ ഞാൻ തരാം, തന്നില്ലെങ്കിൽ ഈ വാള് നീ എടുത്തോ. അങ്ങനെ വെച്ചു കൊടുത്ത അവസ്ഥയിലാണ്, അതും ഒരു ജൂതനോട് നടത്തിയ ഇടപാട്, ആ അവസ്ഥയിലാണ് തങ്ങൾ വഫാത്താകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അങ്ങനത്തെ ഒരു ജീവിതം നയിച്ച നബിതങ്ങൾ പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബിതങ്ങൾ ജനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തു എന്ന്, തങ്ങളൊരു പണിയും ചെയ്യാതെ ജീവിച്ചു എന്നൊന്നും പറയരുത്. തങ്ങൾക്ക് ചെയ്യാവുന്ന ഡ്യൂട്ടി തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസം വരെ അവിടെ നിന്ന് നിർവഹിച്ചുകൊണ്ട് വഫാത്താണ്. ആ ഡ്യൂട്ടി എന്ന് പറയുന്നത് തർബിയത്താണ്. നബിതങ്ങൾ ചെയ്ത റിസാലത്തിൻ്റെ ഡ്യൂട്ടിയാണ്, നുബുവത്തിൻ്റെ ഡ്യൂട്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വബുഇസ്തു അന, എനിക്ക് അള്ളാഹു
നുബുവത്ത് നൽകുമ്പോൾ വഅന അർആ ഗനമൻ ലിഅഹ്ലി ബിജിയാദ്, ജിയാദ് എന്ന് പറയുന്ന മക്കയുടെ ആ മലമ്പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ആടുകളെ മേച്ചു നടക്കുന്ന സമയമായിരുന്നു. എനിക്ക് 40 വയസ്സാകുമ്പോഴും ഞാൻ ആടിനെ മേച്ചിരുന്നു. ആ സമയത്താണ് എനിക്ക് അള്ളാഹു നുബുവത്ത് നൽകുന്നത്. മൂസനബിക്കും അങ്ങനെയാ ഉണ്ടായത്. ഞാനും മൂസനബിയും ഒരേ പ്രൊഫഷൻ ചെയ്തു വന്ന ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരിലും സക്കീനത്തും വഖാറുമുണ്ട് എന്ന് പറയാനാ തങ്ങളിത് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയാണ്, യാ റബ്ബ്, മഹാനായ ഖതാദ തങ്ങൾ പറയാ, യാ റബ്ബ് അജിദ് ഫിൽ അൽവാഹി ഉമ്മതൻ, അള്ളാഹുവേ നിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ ഒരു ഉമ്മത്തിനെ കുറിച്ച് ഞാൻ കാണുന്നുണ്ട്. ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യർ കണ്ടതിൽ വെച്ച് ഏറ്റവും ഖൈറായ ഉമ്മത്ത്. അതിലേറ്റവും ആദ്യം നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത് സ്വഹാബികളാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ നബുവത്തിന് എല്ലാവിധ സഹായവും ചെയ്യാൻ യോഗ്യതയുള്ള, പ്രാപ്തിയുള്ള, സന്നദ്ധതയുള്ള അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു, എല്ലാവരും ഹിക്മത്ത് സംസാരിക്കുന്നവർ, എല്ലാവരും വളരെ ശാന്തസുന്ദരന്മാരായവർ, എല്ലാവരും ക്ഷമയുള്ളവർ, എല്ലാവരും ഈമാനികമായ പ്രതിബദ്ധതയുള്ളവർ. അങ്ങനത്തെ 1,24,000 വരുന്ന അസ്ഹാബുകൾ പുണ്യനബി ഞങ്ങൾക്ക് അള്ളാഹു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആദ്യത്തെ ഉമ്മത്തിൻ്റെ ആദ്യമാണ്. പിന്നെ താബിഈങ്ങൾ, താബിഈങ്ങൾ, പിന്നെ ലോകാവസാനം വരെ വരാൻ പോകുന്ന ആളുകൾ. ആ ആളുകൾ ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ഏറ്റവും നല്ല ആളുകളായിട്ട് കാണുന്നല്ല റബ്ബേ. യഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ അങ്ങോട്ടും ഇങ്ങോട്ടും കൽപ്പിക്കുന്നവരാണ്. വയൻഹൗന അനിൽ മുൻകർ, അവർ തിന്മയെ വിരോധിക്കുന്നവരാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആലിമീങ്ങൾക്കത് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ. അതുപോലെയുള്ള മജ്ലിസുകൾ ഉണ്ടാക്കുക. ആലിമീങ്ങൾക്ക് ഇൽമ പറയാൻ അവസരം കൊടുക്കണ്ടേ? അപ്പോഴല്ലേ അത് കിട്ടുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ നടന്നാൽ എന്തുണ്ടാവാനാ? ആലിമീങ്ങൾക്കത് പറയാനുള്ള അവസരങ്ങൾ കൊടുക്കണം, അതിനുള്ള വേദികൾ ഉണ്ടാക്കി കൊടുക്കുക. നാട്ടിലെ വേദവും ഉറൂസ് എന്ന് പറയുന്നതും നമ്മുടെ നാട്ടിലെ മജ്ലിസുകളും റബീഉൽ അവ്വലാണെങ്കിലും വാർഷികങ്ങളാണെങ്കിലും പള്ളിൻ്റെ ഉദ്ഘാടനമാണെങ്കിലും മദ്രസൻ്റെ കെട്ടിട ഉദ്ഘാടനം തറക്കല്ലിടുകയാണെങ്കിലും അതിനോടൊക്കെ അനുബന്ധമായി നമ്മൾ ചെയ്യുന്നത് ദഅവത്താണ്. ഇത് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. ഇത് ആര് നിർത്തിവെക്കാൻ പറയാൻ നിർത്താൻ കഴിയില്ല. യഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിക്കുകയും വയൻഹൗന അനിൽ മുൻകർ, തിന്മയെ വിരോധിക്കുന്നവരുമാണല്ലോ പടച്ചവനെ. റബ്ബി ജഅൽഹും ഉമ്മത്തി, അല്ലാഹുവേ അത് എൻ്റെ ഉമ്മത്തികളാക്കി മാറ്റി തരുമോ എന്ന് മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു. ഖാല തിൽക ഉമ്മത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസനബിയെ അത് മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്താണ്. ഖാല, മുസനബി വീണ്ടും പറഞ്ഞു, റബ്ബി ഇന്നനി അജിദു ഫിൽ അൽവാഹി ഉമ്മ, അല്ലാഹുവേ നിന്റെ ലൗഹുൽ മഹ്ഫൂദുകളിൽ ഞാൻ കാണുന്നുണ്ടല്ലോ ഒരു ഉമ്മത്തികളെ, ഒരു സമൂഹം ആളുകളെ. ഹുമുൽ ആഖിറൂന ഫിൽ ഖൽഖിസ് സാബിഖൂന ഫീ ദുഖൂലിൽ ജന്ന, കാലങ്ങളിൽ അവസാനം വരുന്നവരാ, പക്ഷെ സ്വർഗത്തിൽ കടക്കുമ്പോൾ ആദ്യം കടക്കുന്നവരാ. നമ്മുടെ മുമ്പല്ലേ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹം വന്നത്, ഇദ്രീസ് നബി വന്നത്, ആദം നബി അലൈഹി സ്വലാം വന്നത്. നമ്മുടെ മുമ്പാണ് ഒരുപാട് അമ്പിയാക്കന്മാർ. നമ്മുടെ ഹബീബ് ആഖിറുൽ അംബിയ ആണ്, പ്രവാചകന്മാരിൽ അവസാനം വന്നവരാണ് നമ്മുടെ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ സൃഷ്ടിപ്പ് അവസാനമാണ്. പക്ഷെ സ്വർഗത്തിൽ കടക്കുമ്പോൾ വിചാരണ കഴിഞ്ഞാൽ ആദ്യം സ്വർഗത്തിൽ പോകുന്നത് ആരാ? ഉമ്മത്ത് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു, മുത്തനബി തങ്ങളുടെ ഉമ്മത്താണ്. അങ്ങനത്തെ ഒരു സമൂഹത്തെ ഞാൻ കാണുന്നുണ്ടല്ലോ റബ്ബേ. റബ്ബി ജഅൽഹും ഉമ്മത്തി, അത് എൻ്റെ ഉമ്മത്തികളാക്കി തരുമോ എന്ന് ചോദിച്ചു മൂസ നബി അലൈഹിസ്സലാം. അപ്പോൾ പറഞ്ഞു, തിൽക ഉമ്മത്തു അഹ്മദ്, അത് അഹ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസുമ്മീതു അഹ്മദ, എനിക്ക് അല്ലാഹു അഹ്മദ് എന്ന പേര് വെച്ചിട്ടുണ്ട് എന്ന് നബി തങ്ങൾ തന്നെ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുത്തനബിയുടെ ഉമ്മത്തികളാണ്, മുസനബിയെ നിങ്ങളുടെ ഉമ്മത്തികളല്ല. റബ്ബി ഇന്നി അജിദു ഫിൽ അൽവാഹി ഉമ്മ, ഞാൻ വേറെയും ഒരു തരം ഉമ്മത്തികളെ കാണുന്നു. അനാജീലുഹും ഫീ സുദൂരിഹിം യഖറഊനഹാ, അവരുടെ ഇഞ്ചീൽ എന്ന് പറഞ്ഞ കിതാബ്, ഇഞ്ചീൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ബൈബിളിന് ഇഞ്ചീൽ എന്ന് പറയും. പക്ഷെ ഇഞ്ചീൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഓതപ്പെടുന്ന കിതാബിനൊക്കെ ഇഞ്ചീൽ എന്ന് പറയും. അനാജീലുഹും ഫീ സുദൂരിഹിം, അവരുടെ ഓതുന്ന കിതാബ് അവരുടെ ഖൽബിൻ്റെ ഉള്ളിലാണ്. വകാന മൻ ഖബ്ലഹും യഖറഊന കിതാബഹും നദറാ, അവരുടെ മുൻപ് കഴിഞ്ഞു പോയവരൊക്കെ ഏട് തുറന്നു വെച്ചിട്ടാണ് ഓതുന്നത്. പക്ഷെ ഈ കൂട്ടര് ഖൽബിൻ്റെ ഉള്ളിലാണല്ലോ അവരുടെ ഏടുകൾ. അങ്ങനെ ഓതുന്നൊരു വിഭാഗം വരുന്നുണ്ടല്ലോ പടച്ചോനെ. وإن الله أعطاكم الله سبحانه حتى إذا رفعوها لم يحفظوا شيئا ولم يعرفوا تلك أمة محمد صلى الله عليه وسلم رب اجعلهم أمتي. അല്ലാഹുവേ ഖൽബിൻ്റെ ഉള്ളിൽ കിതാബുകൾ കൊണ്ടു നടക്കുന്ന വിഭാഗം. അപ്പം നമുക്ക് മിനിമം ഒരു 10 സൂറത്തെങ്കിലും അറിയില്ലേ ഫാത്തിഹ സൂറത്തിൻ്റെ കൂടെ?
20 അറിയുന്നവർ, 1 ജുസ് അറിയുന്നവർ, 2 ജുസ് ഖുർആൻ മുഴുവൻ അറിയുന്നവർ, അവരുടെ ഇഞ്ചീൽ, അവരുടെ കിതാബ് അവരുടെ ഖൽബിൻ്റെ ഉള്ളിലാണ്. തൗറാത്തും ഇഞ്ചീലും സബൂറും ഫുർഖാനുൽ അദീമും സുഹഫ് ഇബ്രാഹിം അലൈഹിസ്സലാം ഇത് മുഴുവൻ നളുറൻ നോക്കിയിട്ട് ഓതുന്ന കിതാബുകളാണ്. അവരാരും മനപ്പാടാക്കിയിട്ടില്ല. നാം മനപ്പാടമാക്കാൻ അള്ളാഹു എളുപ്പമാക്കിയത് ഖുർആനെയാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ മനപ്പാടമാക്കാൻ എളുപ്പമാണ്. മറ്റ് കിതാബുകൾ അങ്ങനെയല്ല. ബൈബിളൊന്നും മനപ്പാടാക്കിയതായിട്ട് ഉണ്ടാവാം, അപൂർവം ആളുകൾ ഉണ്ടായിരിക്കാം, ഇല്ല നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, ഉണ്ടായിരിക്കാം. പക്ഷേ ഖുർആൻ മനപ്പാടമാക്കിയ പോലെ ഇത്രയധികം ആളുകൾ, ചെറിയ കുട്ടികൾ മുതൽ വലിയവർ മുതൽ ഇല്ല. ഏറ്റവും കൂടുതൽ മെമ്മറൈസ് ചെയ്യപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. നമ്മൾ എത്രത്തോളം ഖുർആൻ ഓതുന്നുണ്ട് എന്ന വലിയൊരു വിഷയമാണ് കേട്ടോ. ഖുർആൻ ഏറ്റവും നല്ല കിതാബാണെന്നറിയാം, അള്ളാഹുവിൻ്റെ കലാമാണെന്നറിയാം. ഒരു ഹർഫിന് 10 കൂലി. ഏതുപോലെ എന്നറിയോ? 2 ആൾ ഇൻ്റർവ്യൂക്ക് പോയി എന്ന് വിചാരിക്കുക. അല്ല, ഒരാൾ ഇൻ്റർവ്യൂക്ക് പോയി, ഒരു കമ്പനി ചെന്നു, ഒരു പറഞ്ഞു നിങ്ങളെ ക്വാളിഫിക്കേഷൻ നമുക്ക് ശരിയാവണില്ല. മറ്റേ ആൾ പോയി വേറെ കമ്പനിയിൽ, ആൾ പറഞ്ഞു നിങ്ങൾ ഹൈലി ക്വാളിഫൈഡാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ടാലൻസ്, നിങ്ങളുടെ സ്കില്ലുകൾ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതൊക്കെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് നമ്മൾ ജോലി തരാം. പക്ഷെ നിങ്ങളുടെ ഓഫീസ് നമ്മുടെ ഈ ചറപറ ഈ ആളുകളുടെ ഇടയിൽ വേണ്ട, നിങ്ങൾക്ക് സെപ്പറേറ്റ് ഞാനൊരു ഓഫീസ് വേറെ തരാം. അങ്ങനെ തൊട്ടടുത്തൊരു ബിൽഡിംഗ് കൊടുത്തിട്ട് അതിൽ നല്ലൊരു അടിപൊളി ഓഫീസ് കൊടുത്തിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് ജോലി ചെയ്താൽ മതി എന്ന്. ആ മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്. ആ മനുഷ്യൻ ഒരു പണിയും ചെയ്യണില്ല. ആകെ എല്ലാവരും ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം. ഈ ഒരു പണിയല്ലാതെ ഒരു പണിയുമില്ലാതെ ആ മനുഷ്യൻ, ആ ആളാണെങ്കിലും ഏറ്റവും കഴിവുള്ള ആളാണ്, ഈ കമ്പനിയുടെ CEO ആവേണ്ട ആളാണ്, അല്ലെങ്കിൽ ആ പോസ്റ്റിൽ വന്നിരിക്കുന്ന, പക്ഷെ ഒരു പണിയും ചെയ്യുന്നില്ല, അവിടെ ഇരിക്കുകയാണ് എന്ന് സങ്കല്പിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല ഗ്രന്ഥമാണ്. ഖുർആനിൽ ഫായിദുണ്ട്, ഖുർആനിൽ ഫഹമുണ്ട്, അതിൽ ഇൽമുണ്ട്, അതിൽ ഹസനാത്തുണ്ട്, അതിൽ നമ്മുടെ രോഗങ്ങൾക്ക് ശിഫയുണ്ട്, നമ്മുടെ ഹൃദയത്തിന് ശിഫയുണ്ട്, നമ്മുടെ ദുന്യാവും ആഖിറവും അതിൻ്റെ ഉള്ളിലാണ്, എല്ലാമാണെന്നറിയാം. അത് ഷെൽഫിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എപ്പോഴും കണ്ടാൽ ആ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തട്ടിയിട്ടട വെക്കും. ഈ അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം എന്ന ബന്ധമല്ലാതെ ഖുർആനുമായിട്ട് മുസ്ലിം ഉമ്മത്തിന് പൊതുവെ ഉണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കും. നമുക്കറിയാം ഇത് വലിയ ഖുർആൻ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലും ഖുർആൻ അപമാനിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഇളകും, അല്ലേ? അത് ഇളകണം, കാരണം അത് ദീനിനോടുള്ള പ്രതിബദ്ധത, അതിനെ സംബന്ധിച്ചല്ല പറയുന്നത്. അത് മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റാത്ത സംഗതിയാണ്. ഒരാൾ ഇഷ്ടപ്പെടുന്നൊരു സാധനത്തിന് ആരെങ്കിലും ഒരു ഹറാസ്മെൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പ്രതികരിക്കും. പക്ഷേ ആ സംഭവം നമ്മൾ ജീവിതത്തിലേക്ക് അനുഭവിച്ചിട്ടില്ല, നമ്മളത് ജീവിതത്തിലേക്ക് എടുക്കുന്നേ ഇല്ല. പക്ഷേ അതിനെ തൊടാൻ വിടൂല. നമ്മളത് തൊടുന്നില്ല, നമ്മളത് എടുക്കുന്നില്ല, നമ്മളത് സ്വീകരിക്കുന്നില്ല, നമ്മളതിനെ ബഹുമാനിക്കേണ്ട പ്രകാരം ബഹുമാനിക്കുന്നില്ല. ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. ഖുർആനെ നമ്മൾ മാറ്റിക്കളഞ്ഞല്ലോ, സൈഡാക്കിയല്ലോ എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ പരാതി പറയുന്ന നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. ഒരുപക്ഷേ ഖുർആൻ എന്ന് പറയുമ്പോൾ തന്നെ വായിക്കപ്പെടുന്നത്, ഖുർആൻ വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. അതിൻ്റെ കൂടെ വായിക്കപ്പെടാൻ മറ്റു പലതിനെയും നമ്മൾ കൂടെ ചേർത്ത് വെച്ചപ്പോൾ ഇത് വായിക്കാൻ ആളില്ലാണ്ടായിപ്പോയി. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. നമ്മൾ തീരെ വായിക്കാത്തവരല്ല, ഫേസ്ബുക്ക് മുഴുവൻ വായിക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും അല്ലാത്തതും എല്ലാം, യൂട്യൂബ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വേറെ സ്നാപ്ചാറ്റ്, അങ്ങനെ സോഷ്യൽ മീഡിയ, അത് ഇങ്ങനെ ഏതെല്ലാം ന്യൂസുകളുണ്ട്, ഒക്കെ നമ്മൾ വായനക്ക് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ പ്രയോറിച്ച്, ഞാൻ ഇന്നൊരു ഒരു പണ്ഡിതൻ ഡോക്ടർ നായിഫ്, അദ്ദേഹം വലിയൊരു ഖുർആൻ ഗവേഷകനാണ്. അദ്ദേഹം ഒരു ദിവസം ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന ആളാണ്. 2 ദിവസം കൂടുമ്പോൾ മിനിമം ഒരു ദിവസം. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ മാസത്തിലൊരു ബുക്കൊക്കെ വായിക്കുന്നുള്ളൂ, ഞാനിപ്പോൾ വായിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ എന്തേന്ന് ചോദിച്ചു. എനിക്കത് വായിച്ചിട്ട് മതി വരുന്നില്ല. ഞാൻ വായിച്ച പുസ്തകങ്ങളൊക്കെ ഒരുപക്ഷെ ആവർത്തനങ്ങളായിരിക്കും. അതിൽ പല ഒരു കൺസെപ്റ്റ് കിട്ടണമെങ്കിൽ ഒരുപാട് പേജ് വായിക്കേണ്ടി വരും. ബാക്കിയൊക്കെ വെറുതെ റബിഷ്, അല്ലെങ്കിൽ മീനിങ്ലെസ് ഫ്രൈസുകൾ, സെൻറ്റൻസുകൾ, ചില കളക്ഷൻ ഓഫ് വേർഡ്സ് അത്രേ ഉണ്ടാവുള്ളൂ. ഒരാശയം കിട്ടണമെങ്കിൽ ഒരു സൈക്കോളജിയെക്കുറിച്ചുള്ള ഒരു പുസ്തകം വായിച്ചു, അടുത്ത പുസ്തകം വായിക്കുമ്പോൾ ഈ വായിച്ചതിലെ റെപ്പിറ്റീഷൻ ആയിരിക്കും കൂടുതൽ അതിലുണ്ടാവുക. വേറൊന്ന് വായിച്ചു, ഇത് രണ്ടും കൂടെ ആവർത്തിച്ചതുപോലെ അത് തോന്നും. കാരണം മനുഷ്യന് പുതുതായിട്ടൊരു അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിരളം ആളുകൾക്ക് അത് കഴിയുള്ളൂ. അത്ര വലിയ ഇൻ്റലക്ച്വൽസ് ആവണം. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന കണ്ടൻറ്റ് അത്ര ലിമിറ്റഡാണ്. പക്ഷെ ഡോക്ടർ നായിഫ് അദ്ദേഹം പറയാണ്, ഞാൻ വിശുദ്ധ ഖുർആൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ ആയത്തിൻ്റെ ഉള്ളിൽ നിന്നും
ഇതുവരെ മനസ്സിലാക്കാത്തത്, ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തത്, അതിൻ്റെ പുതുമയും അതിൻ്റെ ചോയ്സ് ഓഫ് വേർഡ്സ്. ഖുർആൻ എന്തുകൊണ്ട് ഇന്ന വാക്കുകൾ ഇന്ന സ്ഥലത്ത് ഉപയോഗിച്ചു, ഇതൊക്കെ ആലോചിക്കുമ്പോൾ എന്തെന്നില്ലാത്ത മധുരം. എനിക്ക് വേറെ പുസ്തകം വായിക്കാൻ തോന്നുന്നില്ല. എനിക്ക് വായിക്കാൻ, അദ്ദേഹം വലിയൊരു ഇൻ്റർവ്യൂവിൽ, ഒരു റേഡിയോ പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറയാം, എനിക്ക് വേറെ ഒരു പുസ്തകം വായിക്കാൻ തോന്നില്ല, ഖുർആനെ ഞാൻ ആസ്വദിച്ചു തുടങ്ങി, അതെനിക്ക് മടുത്തിട്ടില്ല, മടുക്കാൻ പറ്റില്ല, അത്രയും ആനന്ദകരമാണ് വിശുദ്ധ ഖുർആൻ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പറ്റുന്ന രീതിയിൽ, നമുക്ക് അറബി ഭാഷ അറിയില്ല, നമുക്കതിൻ്റെ പരിഭാഷ കിട്ടാൻ പ്രയാസമാണ്, എന്നാൽ പോലും ഖുർആൻ്റെ തിലാവത്ത് കൊണ്ടെങ്കിലും തഅബ്ബുദ്, അള്ളാഹുലേക്ക് അടുക്കുക, ഖുർആൻ്റെ പാരായണം, അതിൻ്റെ അനുബന്ധമായിട്ടുള്ള തഫ്സീറുകൾ കേൾക്കുക, ഖുർആൻ്റെ ഏതെങ്കിലും വിവരണങ്ങൾ നല്ല പിന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളുടെ ബിദ്അത്തിൻ്റെയോ മറ്റോ ചിന്തകളിലേക്ക് പോവാതെ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ അഖീദ നഷ്ടപ്പെട്ടു പോകരുത്. അള്ളാഹു നമ്മുടെ ഈമാനും നമ്മുടെ ഈമാനും അമലും എല്ലാം അള്ളാഹു ഖൈറിലും നന്മയിലും യഖീനിലും അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനത്തെ ഒരു ഉമ്മത്തിനെ സംബന്ധിച്ച് സയ്യിദുന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ലൗഹുൽ മഹ്ഫൂദിൽ കണ്ടത് അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബി ജഅൽഹും ഉമ്മത്തി, അള്ളാഹുവേ അങ്ങനെ ഹൃദയത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്ന കിതാബുകളുള്ള ഉമ്മത്തികൾ അത് എൻ്റെ ഉമ്മത്തികളാക്കി തരുമോ? തിൽക ഉമ്മത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഉമ്മത്ത് മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബി ഇന്നി അജിദു ഫിൽ അൽവാഹി ഉമ്മതൻ യുഅ്മിനൂന ബിൽ കിതാബിൽ അവ്വലി വബിൽ കിതാബിൽ ആഖിർ. അല്ലാഹുവേ, മുൻ വേദങ്ങളിലും ശേഷം വരാൻ പോകുന്ന വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തെ ഞാൻ കാണുന്നു. വയുഖാതിലൂന ഫുദൂല ദ്വലാല, മനുഷ്യനെ പഴപ്പിക്കുന്ന ആശയങ്ങളോട് സന്ധിയില്ലാ സമരം ചെയ്യുന്നവർ. ഹത്താ യുഖാതിലുൽ അവറൽ കദ്ദാബ്, ഒറ്റക്കണ്ണനായ നുണ പറയുന്ന ദജ്ജാലിനെ വരെ വകവരുത്തുന്ന ഒരു വിഭാഗം. ലോകത്ത് തിന്മയുടെ പ്രചാരകന്മാരെ പിടിച്ചു നിർത്തുന്നവരെ. ഫജഅൽഹും ഉമ്മത്തി, അങ്ങനെ നന്മയ്ക്ക് വേണ്ടി പോരാളികളാകുന്നവരെ എൻ്റെ ഉമ്മച്ചികളാക്കേണമേ. ഖാല തിൽക ഉമ്മത്തു അഹ്മദ്, അത് അഹ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാണ്. മൂസ നബിയെ, നിങ്ങളുടെ ഉമ്മത്തികളല്ല. റബ്ബി ഇന്നി അജിദു ഫിൽ അൽവാഹി ഉമ്മതൻ സ്വദഖാതുഹും യഅകുലൂനഹാ ഫീ ബുതൂനിഹിം വയുജറൂന അലൈഹാ വകാന മൻ ഖബ്ലഹും ഇദാ തസദ്ദഖ ബിസദഖത്തിൻ ഫഖുബിലത് മിൻഹു ബഅസല്ലാഹു അലൈഹാ നാറൻ ഫഅകലത്ഹാ. മുൻഗാമികൾ സ്വതക്ക ചെയ്യുമ്പോഴേ അന്നത്തെ രീതി, നബി അലൈഹിസ്സലാമിൻ്റെ കാലം മുതൽ ഹാബീലിൻ്റെയും കാബീലിൻ്റെയും ആ ഒരു പ്രശ്നം നടക്കുമ്പോൾ, ഹാബീൽ എന്നവർ കൊല്ലപ്പെടുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണം, സ്വതക്ക ചെയ്താൽ അള്ളാഹു സ്വീകരിക്കണം. ഇപ്പം അന്നൊക്കെ ഒരു ഭക്ഷണം സ്വതക്ക ചെയ്തു വിചാരിക്കുക, ആ ഭക്ഷണം വേറെ ഒരാൾക്ക് തിന്നാനല്ല കൊടുക്കുക. ഒരു വസ്ത്രം സ്വതക്ക ചെയ്തു, എന്തെങ്കിലും ഒരു ദാനം ചെയ്തു കഴിഞ്ഞാൽ ആ ദാനം തുറസ്സായൊരു മൈതാനത്ത് വെക്കുകയും അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്തു എന്ന് നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു തീ വന്ന് അതിനെ തിന്നുകൊണ്ടുപോവുകയും ചെയ്യുന്നതായിരുന്നു രീതി. അങ്ങനെ ഒരു തീ വന്ന് കൊണ്ടുപോയാൽ അത് സ്വീകരിക്കപ്പെട്ടു, ഇല്ലേ അത് അള്ളാഹ് സ്വീകരിച്ചിട്ടില്ല എന്ന്, ആളുകൾ ഭക്ഷിക്കില്ലായിരുന്നു ദാനം. പക്ഷേ നമ്മളെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ദാനം ഭക്ഷിക്കാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ സമൂസയാണെങ്കിലും പായസമാണെങ്കിലും ദാനമാണ്. നമ്മുടെ ഹാരിസ് സാഹിബിൻ്റെ ചെറിയ കുഞ്ഞുണ്ടായതിൻ്റെ പേരിൽ സന്തോഷത്തിലാണ് ഇന്നത്തെ പായസം. അള്ളാഹു മോനെ സ്വാലിഹായ മോനാക്കി കൊടുക്കട്ടെ. എല്ലാ മക്കളെയും അവരുടെ നമ്മുടെയൊക്കെ മക്കൾ അള്ളാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ആമീൻ. അത് സ്വതക്കയാണ്. ആ സ്വതക്ക നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ കഴിക്കണില്ലേ? തിന്നുന്നില്ലേ? പായസം കുടിച്ചില്ല? അൽഹംദുലില്ലാഹ്. അപ്പോൾ മുൻഗാമികൾക്ക് ഇങ്ങനെ സ്വതക്ക തിന്നാൻ കഴിയില്ലായിരുന്നു. അത് പുറത്ത് വെക്കുക, തീ തിന്നു പോവുക. ഹാബീലും കാബീലും അങ്ങനെ സ്വതക്ക നേർച്ചയാക്കിയപ്പോൾ ആ നേർച്ച ഫലം യുതഖബ്ബൽ മിൻ, ഒരാളുടേത് അള്ളാഹ് സ്വീകരിച്ചില്ല, കാബീലിൻ്റേത് സ്വീകരിച്ചില്ല, ഹാബീലിൻ്റേത് തീ തിന്ന് കൊണ്ടുപോയി. അതിൽ അസൂയപ്പെട്ടുകൊണ്ടാണ് കാബീലിനെ കൊല്ലാൻ വരുന്നത്. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാം ആ വിഷയമാണ് ഇവിടെ പറയുന്നത്. റബ്ബി, അള്ളാഹുവേ, ഞാൻ ഒരു വിഭാഗത്തെ കാണുന്നുണ്ടല്ലോ, ഇദാ തസദ്ദഖ ബിസദഖത്തിൻ ഫഖുബിലത് മിൻഹു സദഖാതുഹും യഅകുലൂനഹാ ഫീ ബുതൂനിഹിം, അവർ ചെയ്യുന്ന സദഖകൾ അവർക്ക് തിന്നാൻ പറ്റുന്നുണ്ടല്ലോ പടച്ചവനെ. മുൻഗാമികൾ അങ്ങനെ അല്ലല്ലോ, അവരുടെ സ്വതക്കകൾ തീ തിന്നു പോകലായിരുന്നല്ലോ പടച്ചവനെ. അതുകൊണ്ട് അല്ലാഹുവേ, വഇന്നല്ലാഹ അഖദ സദഖാതിഹിം മിൻ ഗനിയിക്കും ലിഫഖീരിക്കും, നിങ്ങളുടെ ഫഖീർമാർക്ക് വേണ്ടി, മിസ്കീന്മാർക്ക് വേണ്ടി മുതലാളിമാരിൽ നിന്ന് എടുത്തിട്ട് മിസ്കീന്മാർക്ക് കൊടുക്കുകയാണ്. അങ്ങനത്തെ ഒരു ഉമ്മത്തുണ്ടല്ലോ പടച്ചവനെ. റബ്ബി ജഅൽഹും ഉമ്മത്തി, അത് എൻ്റെ ഉമ്മത്തികളാക്കി തരുമോ? ഖാല തിൽക ഉമ്മത്തു അഹ്മദ്, അത് അഹ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തികളാണ് മൂസ നബിയെ. റബ്ബി, അല്ലാഹുവേ, ഫഇന്നി അജിദു ഫിൽ അൽവാഹി ഉമ്മതൻ
ഇദാ ഹമ്മ അഹദുഹും ബിഹസനത്തിൻ ثم ലം യഅമൽഹാ കുതിബത് ലഹു ഹസന. അല്ലാഹുവേ, ഒരു വിഭാഗം ആളുകളെ കാണുന്നുണ്ടല്ലോ നിന്റെ ലൗഹിൽ. അൽവാഹ് എന്ന് പറയുമ്പോൾ മൂസ നബിയുടെ തൗറാത്തിൻ്റെ അൽവാഹുകളും ആവാൻ കേട്ടോ. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിക്കുകയാണ്. ഇന്നി അജിദു ഫിൽ അൽവാഹി ഉമ്മച്ചൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാമിന് ലൗഹുകളാ, മരത്തിൻ്റെ പലകകളാണ് കൊടുത്തത് തൗറാത്ത് രേഖപ്പെടുത്തിയിട്ട്. ഫലമ്മാ സകത അൻ മൂസൽ ഗളബ് അഖദൽ അൽവാഹ വഫീ നുസ്ഖതിഹാ ഹുദൻ വറഹ്മ. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാമിന് നൽകിയത് അൽവാഹുകളാണ്, വുഡൻ ടാബ്ലറ്റ്സ്. അപ്പോൾ അതിൽ എഴുതപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നുണ്ടല്ലോ എന്നുമാകാം ഈ പറഞ്ഞത്. തൗറാത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നുണ്ടല്ലോ, അല്ല ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയതായിട്ട് കാണുന്നുണ്ടല്ലോ, രണ്ടുമാകാം. അൽവാഹ് ഒരു പക്ഷേ മൂസ നബിയുടെ തൗറാത്തിൽ കണ്ടതാകാൻ സാധ്യത കൂടുതലായി തോന്നുന്നുണ്ട്. ഏതായിരുന്നാലും അല്ലാഹുവേ, ഇദാ ഹമ്മ അഹദുഹും ബിഹസന, ഒരു നന്മ ചെയ്യണമെന്ന് ആ ഉമ്മത്തികൾ വിചാരിച്ചാൽ എന്നിട്ടത് ചെയ്തില്ല, ചെയ്ത കൂലി കിട്ടും. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊരാളെ വീട്ടിൽ വിളിക്കണമെന്ന് വിചാരിച്ചു, വിളിക്കാൻ പറ്റിയില്ല, വിളിച്ച കൂലി കിട്ടി. നിങ്ങൾ ഒരാൾക്കൊരു ദാനം ചെയ്യണമെന്ന് വിചാരിച്ചു, ദാനം ചെയ്യാൻ പറ്റിയില്ല, ദാനം ചെയ്ത കൂലി കിട്ടി. ഒരു ജെന്യൂൻ കാരണം കൊണ്ടിട്ടോ. നമ്മൾ അള്ളാഹു നമ്മളുടെ ഇടപാടാണല്ലോ അത്. നിങ്ങളൊരു നന്മ ചെയ്യാൻ വിചാരിച്ചു, ഇന്നിപ്പോൾ തഹജ്ജുദിന് എഴുന്നേൽക്കണമെന്ന് വിചാരിച്ചു, ക്ഷീണം കൊണ്ടങ്ങ് ഉറങ്ങിപ്പോയി, പറ്റിയിട്ടില്ല, ആ തഹജ്ജുദ് നിസ്കരിച്ച കൂലി കിട്ടും. ഒരു ജുസ് ഓതണമെന്ന് വിചാരിച്ചു, ഓതാനൊക്കെ റെഡിയാണ്, സമയമൊക്കെ കണക്കാക്കി ഇന്ന സമയത്ത് ഓതാലോ എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ എന്തോ തിരക്കിപ്പെട്ട് പെട്ടെന്നൊരു ഒരു തിരക്ക് വന്നു, ചെയ്യാൻ പറ്റിയില്ല, അത് നിങ്ങൾക്ക് ചെയ്ത കൂലി കിട്ടും. ഇനി നിങ്ങൾ ചെയ്തോ, 10 തവണ ചെയ്ത കൂലി കിട്ടും. ഒരു തിന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ ആ തിന്മ ചെയ്യാതിരിക്കുന്നതൊരു നന്മയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു തിന്മ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ ചെയ്തില്ല, അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചു, അത് അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചു, അപ്പോൾ അതിന് നന്മയുടെ കൂലി കിട്ടും. അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിച്ചല്ല, ചെയ്യാൻ പറ്റാതെ പോയതാ, അങ്ങനെയാണെങ്കിൽ കൂലിയൊന്നും കിട്ടൂല. പക്ഷെ നിങ്ങളായിട്ട് ചെയ്യാതെ വിട്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നന്മയുടെ കൂലി കിട്ടും. തിന്മ ചെയ്തു, ആ തിന്മക്ക് ഒരു തിന്മയുടെ ശിക്ഷയെ അള്ളാഹു നൽകുന്നത്. ഇങ്ങനത്തെ ഒരു ഉമ്മത്തികൾ നന്മ ചെയ്താൽ 10 ഇല 700 ضعഫിൻ 700ഓളം അതിന് കൂലി കിട്ടുന്നതുമായ ഉമ്മത്തികൾ ഉണ്ടല്ലോ പടച്ചോനെ. റബ്ബി ജഅൽഹും ഉമ്മത്തി, അത് എൻ്റെ ഉമ്മത്തികളാക്കി തരുമോ? ഖാല തിൽക ഉമ്മത്തു അഹ്മദ്, അത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തികളാണ്. റബ്ബി ഇന്നി അജിദു ഫിൽ അൽവാഹി ഉമ്മതൻ ഹുമിൽ മുശഫിഊൻ അൽ മശ്ഫൂഉ ലഹും. ഷഫാഅത്ത് ചെയ്യാൻ അധികാരമുള്ള ഉമ്മത്തികളെ കാണുന്നുണ്ടല്ലോ റബ്ബേ, അവരുടെ ഷഫാഅത്ത് സ്വീകരിക്കുകയും ചെയ്യുമല്ലോ നാളെ പരലോകത്ത്. ഫജഅൽഹും ഉമ്മത്തി, അവരെ എൻ്റെ ഉമ്മത്തികളാക്കി തരുമോ? ഖാല ഹും തിൽക ഉമ്മത്തു അഹ്മദ്, അത് മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്തികളാണ്. അഹ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാണ്. ഷഫാഅത്തിന്റെ അധികാരം. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹുവിൻ്റെ സമ്മതമില്ലാതെ ആരാണ് ഷഫാഅത്ത് ചെയ്യുക? സമ്മതമില്ലാതെ ഷഫാഅത്ത് ആർക്കും ചെയ്യാൻ കഴിയില്ല. പക്ഷെ അള്ളാഹു സമ്മതം കൊടുത്ത ആളുകളുണ്ട്, അമ്പിയാക്കന്മാർ, ശുഹദാ, സ്വാലിഹീങ്ങൾ, ആലിമീങ്ങൾ, ഹാഫിദീങ്ങൾ, ഇവർക്കൊക്കെ അള്ളാഹു തആല ഷഫാഅത്തിന് അധികാരം കൊടുത്തവരാണ്. മലായികത്തുൽ കിറാം ഷഫാഅത്ത് ചെയ്യും, ജിബ്രീൽ അലൈഹിസ്സലാം ഷഫാഅത്ത് ചെയ്യുന്നതാണ്, സ്വാലിഹീങ്ങൾ ഷഫാഅത്ത് ചെയ്യും, അവരുടെ ഷഫാഅത്ത് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മഖൂലയുണ്ട്. മഹാൻ പറഞ്ഞത്, അലൈക്കും ബിൽ ഖുല്ലാൻ, നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് വേണം, കൂട്ടുകാർ വേണം, ഒറ്റക്കിങ്ങനെ നടക്കണ്ട, നല്ല ചങ്ങാതിമാർ വേണം. കാരണം ഹും ഷഫഅത്തുൽ ലക്കും ഫിൽ ആഖിറ, ആഖിറത്തിൽ നിങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യാൻ അവർ വേണ്ടി വരും. ഇപ്പോൾ ഒരു ചങ്ങാതിമാരില്ലെങ്കിൽ ഷഫാഅത്തിന് ആളുണ്ടാവില്ലല്ലോ. നല്ല ചങ്ങാതിമാരെ കൂട്ടുപിടിക്കണം, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകണം, അത് ആഖിറത്തിലേക്ക് ഉപകാരപ്പെടും എന്ന് മഹാൻ പറയാറുണ്ട്. യാ അല്ലാഹ്, മൂസ നബി അലൈഹിസ്സലാം ഇതൊക്കെ പറഞ്ഞപ്പോൾ ഫദുകിറ ലനാ അന്ന മൂസ അലൈഹിസ്സലാം നബദൽ അൽവാഹ്, മൂസ നബിയുടെ തൗറാത്തിന്റെ പലകകളൊക്കെ അവിടെ താഴെ ഇട്ടുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽനി മിൻ ഉമ്മത്തി മുഹമ്മദിൻ, എന്നെ മുഹമ്മദ് നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികളിൽ ഒരാളായിട്ട് നിനക്ക് മാറ്റി തന്നൂടെ പടച്ചോനെ. ഇതൊക്കെ ആ ഉമ്മത്തികളുടെ അവസ്ഥയാണെങ്കിൽ എന്നെ അവിടുത്തെ ഒരു ഉമ്മത്തിയാക്കി മാറ്റി തന്നൂടായിരുന്നോ എന്ന് മൂസ അലൈഹിസ്സലാം അൽവാഹുകൾ താഴെ വെച്ചുകൊണ്ട് പറഞ്ഞു എന്ന് ഖതാദ തങ്ങളുടെ റിവായത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയുമേൽ ആദരിച്ച ഒരു ഉമ്മത്താണ് ഹബീബായ തങ്ങളുടെ ഉമ്മത്തികൾ. അല്ലാഹുവോട് ഇഷ്ടപ്പെടുന്നവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. സഅല മൂസ അലൈഹിസ്സലാം റബ്ബഹ്, മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അയ്യു അഹ്ലിൽ ജന്നതി അദ്നാ മൻസിലതൻ, അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾ ആരാണ്?
ഖാല റജുലുൻ യജീഉ ബഅദമാ യദ്ഖുലു അഖ്ലുൽ ജന്നത്തിൽ ജന്ന. സ്വർഗ്ഗവാസികളെല്ലാം സ്വർഗ്ഗത്തിൽ കടന്നതിന് ശേഷം അവസാനം വരുന്ന ഒരാളാണ്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഒരാളാണ്. ഫയഖാൽ ഉദ്ഖുലിൽ ജന്ന, സ്വർഗ്ഗത്തേക്ക് കടന്നോ എന്ന് പറയും. അയാൾ വരുന്ന കഥ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെ ഒരു റിവായത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തള്ളവിരൽ മാത്രമേ മിന്നുള്ളൂ, ഇരുട്ടാണ്. അപ്പോൾ ലേശം ഒന്ന് നടക്കും, അവിടെ നിൽക്കും, കുറേ കഴിഞ്ഞ് വീണ്ടും ഒന്ന് മിന്നും, അത്ര അമലേ ഉള്ളൂ. അങ്ങനെ മെല്ലെ 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 സിറാത്ത് കടന്ന് അക്കരെ എത്തുന്നൊരു മനുഷ്യനെക്കുറിച്ച് തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആൾ അവിടെ എത്തിയിട്ട് പറയുന്ന, ആരും രക്ഷപ്പെട്ടതായിട്ട് തോന്നുന്നില്ല, ഞാൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. സംഗതി നോക്കുമ്പോൾ എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ മുമ്പ്. അദ്ദേഹം അവസാനം വന്ന ആളാണ്. അങ്ങനെ അദ്ദേഹത്തോട് ഉദ്ഖുലിൽ ജന്ന, അദ്ദേഹം പിന്നെ ഒരു മരം കാണുന്നു, അവിടെ ഇരിക്കട്ടെ എന്ന് ചോദിക്കുന്നു. പിന്നെ ഇനി വേറെ ചോദിക്കൂല, പടച്ചോനെ എനിക്ക് തന്നൂടെ എന്ന് പറയുന്നത് കഴിഞ്ഞ് വലിയൊരു മരം കാണും, ആ ചരിത്രങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. പിന്നെ വീട് കാണും. അവസാനം ആളുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ സ്വർഗം ആണ്, ഇവിടെ മനുഷ്യന്മാരെ കണ്ടല്ലോ എന്ന് ബോധ്യപ്പെടും. റബ്ബേ ഞാൻ അങ്ങോട്ട് പോകട്ടെ എന്നൊക്കെ ചോദിക്കുന്ന അള്ളാഹു തആല ചിരിച്ചു എന്ന് പറയുന്നൊരു ഹദീസാണത് നബി തങ്ങൾ പറഞ്ഞു തന്നത്. കാരണം അള്ളാഹുവിനോട് പ്രോമിസ് ചെയ്യും, പടച്ചോനെ ഇനി വേറൊന്നും ഞാൻ ചോദിക്കൂല, എനിക്കിത് മാത്രം മതി. പക്ഷെ അദ്ദേഹം അത് വീണ്ടും മാറ്റി ചോദിക്കും. അള്ളാഹുവിനെ ചോദിക്കും, പടച്ചോനെ ഞാനിപ്പോൾ ഏതായാലും ഇവിടെ രക്ഷപ്പെട്ടില്ല, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം, ഒരു മരം അവിടെ പോയി ഒരു തണലിൽ ഇരുന്നോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ നീ അല്ല തസ് അലലി ഗൈറ, നീ വേറൊന്നും ചോദിക്കരുത്, ഒന്നും ചോദിക്കൂല പടച്ചോനെ, അത് മാത്രം മതി. അങ്ങനെ അവിടെ പോയിട്ടിരിക്കും. അവിടെ പോയിട്ടിരിക്കുമ്പോൾ വലിയ മരമാണ്. അപ്പം അങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ നോക്കും, അവിടെ എവിടെയോ ഒരു വീട് പോലെ തോന്നും. പടച്ചോൻ അവിടെ ഒരു വീട് ഒഴിഞ്ഞിടക്കണ്ടല്ലോ, ഇവിടെ ആരും, ഞാൻ ഒറ്റയ്ക്കല്ലേ, ആ വീട്ടിലേക്ക് എന്നെ പറഞ്ഞയച്ചൂടെ. അപ്പം നീയല്ലേ വേറെ ചോദിക്കും, അന്ത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീനല്ലേ റബ്ബേ, നിനക്ക് എന്തെങ്കിലും നഷ്ടം വരുമോ എനിക്ക് തന്നാൽ? നീ പടച്ചവൻ, നിൻ്റെ ഖസാനയിൽ ഒരു കുറവും വരില്ലല്ലോ റബ്ബേ, എന്നൊന്ന് വിട്ടെന്നൂടെ, അന്ന് പോയിക്കോ. അപ്പോൾ ആ വലിയ മരത്തിൻ്റെ അടുത്ത് പോയി, പിന്നെ അടുത്ത വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് വലിയൊരു മാൻഷൻ കാണും, വലിയൊരു കൊട്ടാരം പോലത്തെ വീട്. പടച്ചോന് ഞാൻ എന്തിനായി കൂരൻ്റെ ഉള്ളിൽ നിൽക്കേണ്ട കാര്യം, വലിയൊരു വീട് അവിടെ ഉണ്ടാകുമ്പോൾ എന്നെ അങ്ങോട്ടാക്കി തന്നൂടെ. തങ്ങൾ ചിരിച്ചു ഈ ഹദീസൊക്കെ പറയുമ്പോൾ, സല്ലല്ലാഹു, ഈ ചരിത്രം പറയുമ്പോൾ വരാൻ പോകുന്നൊരു സംഭവത്തെ നബി തങ്ങളത് ശരിക്കും നമുക്ക് വിഷ്വലൈസ് ചെയ്ത് പറഞ്ഞു തരാം. അപ്പോൾ അദ്ദേഹം ഇതന്നെ പറയും, പടച്ചോനെ അന്ത റബ്ബുൽ. അപ്പോൾ അള്ളാഹു നീ എന്താ വാക്കിങ്ങനെ മാറ്റി പറയാണല്ലോ. അപ്പോൾ ഈ ഗൾഫൊക്കെ വന്ന അവസ്ഥ അങ്ങനെയാണ്, എനിക്ക് ബക്കാലി ജോലി അത് മതി എന്ന് പറഞ്ഞാൽ പോരാ, ഇവിടെ വന്നാൽ പിന്നെ അത് മതിയാവും. പിന്നെ നമ്മളിങ്ങനെ സ്വാഭാവികം, മനുഷ്യൻ്റെ ആഗ്രഹം അങ്ങനെയാണ്, മനുഷ്യൻ്റെ ആഗ്രഹം അങ്ങനെയാണ്. ഞാൻ വലിയൊരു ബാംഗ്ലൂർ വെച്ചിട്ടൊരു ഒരു ഒരു വലിയ കോടീശ്വരനായൊരു മനുഷ്യൻ, ബാംഗ്ലൂരുകാരനാണ്, കാണാൻ വേണ്ടി പോയി. അപ്പോൾ അദ്ദേഹം ഒരു 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് കോടിക്കോടികളുടെ ആസ്തിയുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും ഒരു സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു എഡ്യൂക്കേഷണൽ പ്രൊജക്റ്റ് എന്തെങ്കിലും കർണാടകയിൽ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ പോയത്. അപ്പോൾ കൂട്ടത്തിൽ അദ്ദേഹം ഒരു നിലക്കും, അദ്ദേഹം ആ പ്രായത്തിലും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക, നല്ല കാര്യം, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം എപ്പോഴും പറഞ്ഞു, ഇന്നലെ ഞാനൊരു 100 കോടിൻ്റെ പ്രോഫിറ്റ് എടുത്ത് ഒരു ഫുള്ള് കാപ്പിത്തോട്ടങ്ങളും ആയിരക്കണക്കിന് ഏക്കറുകൾ വാങ്ങിക്കൂട്ടുന്ന അങ്ങനെ ഒരു മനുഷ്യനാണ്. നമ്മൾ മലയാളികൾക്കൊന്നും അധികം അറിയാൻ സാധ്യതയില്ല. അപ്പോൾ ഞാനും എൻ്റെ കൂടെ 2 ഉസ്താദുമാർ സുഹൃത്തുക്കൾ വേറെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അയാൾ ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ആഖിറത്തിലേക്കൊരു നല്ല കാര്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അദ്ദേഹത്തിന് കുറേ ഏക്കർ, ഒരു 100 ഏക്കറുണ്ട്, അതിലൊരു 10 ഏക്കർ സ്ഥലം നമുക്കിങ്ങനെ ഒരു സ്കൂളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്തുകൂടെ. അത് മുമ്പർക്കത് ഫണ്ട് ചെയ്യാൻ ഒരു പ്രയാസമുള്ള കാര്യമില്ല. അത്രയും പ്രായമായിട്ടുണ്ട്, മക്കൾക്കൊക്കെ വലിയ വരുമാനമുള്ള ആളുകളാണ്. മക്കൾക്ക് ഒരു മാസത്തിൽ തന്നെ കോടികൾ നാട്ടിൽ നിന്ന് റെൻ്റ് ഇനത്തിൽ മാത്രം വരുന്ന അത്രയും വരുമാനമുള്ള ആളാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു വിധി നോക്കണം. അപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്ത വിഷയം അതല്ല. മനുഷ്യൻ, നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്, യശീബു ഇബ്നു ആദം വയശുബ്ബു ഫീഹി ഖസ്ലതാൻ, മനുഷ്യനിൽ പ്രായമാകുമ്പോൾ അവനിൽ 2 സ്വഭാവത്തിന് യൗവനമായിരിക്കും. അൽ ഹിർസു വൽ അമൽ, ഒന്ന് ജീവിതത്തിൽ ഇനിയും കുറേ കാലം ജീവിക്കാനുണ്ട് എന്ന തോന്നൽ വരും. പിന്നെ വൽ അമൽ, ഇനിയും ഒരുപാട് കാശുണ്ടാക്കണമെന്ന തോന്നൽ മനുഷ്യന് വന്നുകൊണ്ടിരിക്കുന്ന. ഇല്ലാ മാ റഹിമ റബ്ബി, അത് അള്ളാഹു സംരക്ഷിക്കുന്ന ചില ആളുകൾക്ക് അതില്ലാതിരിക്കുള്ളൂ. അതൊക്കെ അപ്പോൾ അദ്ദേഹം തുടക്കത്തിലേ പറഞ്ഞു, നിങ്ങൾ ബിസിനസ് സംസാരിക്കുകയാണെങ്കിൽ ഈ ഓഫീസിലിരുന്നാൽ മതി, ചാരിറ്റിയെക്കുറിച്ചാണെങ്കിൽ നമുക്ക് ആ ഓഫീസിലാണ് അതിൻ്റെ ചർച്ച നടക്കേണ്ടത്. ഞാൻ പറഞ്ഞു, നമുക്ക് ചാരിറ്റി ഒന്നും വേണ്ട, ബിസിനസ്സിന് വന്നതല്ല, ഇങ്ങനൊരു കാര്യത്തെ സംബന്ധിച്ച് പറയാൻ വന്നതാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴേ, അപ്പോൾ അദ്ദേഹം നല്ല മനുഷ്യനാണ്, അള്ളാഹു അദ്ദേഹത്തിന് ഖൈർ കൊടുക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വർഗത്തൊക്കെ പോകാൻ വേണ്ടില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്വർഗം ഒരുപാട് ലെവലുകളാണ്, അതിലേറ്റവും ഹയസ്റ്റ് റാങ്കിലേക്ക് പോകണ്ടേ, അവിടെ ഒരു ഉന്നതമായ സ്ഥാനം കിട്ടണ്ടേ. അപ്പോൾ പറഞ്ഞു, മനുഷ്യന്മാർ ദുനിയാവിൽ അങ്ങനെ തന്നെയാണ്, ഒന്ന് കിട്ടിയാൽ അവന് വലുത് വേണമെന്ന് വിചാരിക്കും, എനിക്ക് അത്രയൊക്കെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതൊരു നിരാശ വന്നുപോയി.
അപ്പോൾ പിന്നെ ആ ചർച്ച ഞങ്ങൾ അധികം നീണ്ടുനിന്നില്ല. ഒരു അരമണിക്കൂറൊക്കെ നിന്ന് അദ്ദേഹത്തിൻ്റെ താല്പര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞങ്ങൾ സ്കിപ്പ് ചെയ്തു. വെറുതെ എനിക്കും സമയമില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് ഡയറക്റ്റ് ബാംഗ്ലൂർ പരിപാടിക്ക് വേണ്ടി പോയതാണ്. അവിടെ പ്രോഗ്രാമിന് പോകാതെ നേരെ അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റിന് ബാംഗ്ലൂർ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ബാംഗ്ലൂർ വന്ന് രാത്രി സ്പീച്ച് ചെയ്ത് ഉസ്മാൻ്റെ പരിപാടിൻ്റെ അന്നാണ് ആണോ? ഉസ്മാൻ്റെ നാട്ടിലെ പരിപാടിയാണ് വെള്ളിപ്പാടി. അന്നാണ് ഈ സംഭവം നടന്നത്. ഞാൻ ഇത്രയും കാലം കൂടെ പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. അപ്പോൾ അത് ഒരു യുവാവ് പറയുമ്പോൾ ഒരു 50 വയസ്സ് 60 വയസ്സ് 70 വയസ്സൊക്കെ ആണെങ്കിലും നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇവർക്ക് ഇപ്പോഴും ആ ഒരു ബിസിനസ് മൂഡിൽ നിൽക്കേണ്ട സമയമാണ്. ഇത്രയും കോടി ആസ്തികളുള്ളൊരു മനുഷ്യൻ, അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സമ്പത്തിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസ സംരംഭം അദ്ദേഹത്തിന് പിന്നെ ബിസിനസ് ആണെങ്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു. അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്ത പോയിന്റ്. ഒരു ബിസിനസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മീറ്റിംഗ് തുടരാം. അപ്പോൾ അദ്ദേഹം തൊട്ട് തലേന്ന് കച്ചവടം നടത്തി 100 കോടി കിട്ടിയതാണ് ഒറ്റ സിറ്റിങ്ങിൽ. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് ഉന്നതമായ സ്ഥാനം നമുക്ക് വേണം എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് ദുന്യാവിൽ മനുഷ്യന്മാർ അങ്ങനെ തന്നെയാണ്. ഇവിടെ ചെറുത് കിട്ടി അത് മതിയാവില്ല എന്ന് പറയും. അത് പരലോകത്ത് ചെന്നാൽ അങ്ങനെ തോന്നുന്നതിൽ വല്ല കാര്യമൊന്നുമില്ല. അതാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവലിലുള്ള അറിവിൻ്റെയോ അതില്ലെങ്കിൽ ഉത്ബോധത്തിൻ്റെയോ ഇതായിരിക്കും. ഏതായിരുന്നാലും അള്ളാഹു അദ്ദേഹത്തിന് ഹൈർ ചെയ്യട്ടെ. അദ്ദേഹം മിനിമം ഇത്രയും തിരക്കുള്ളൊരു മനുഷ്യൻ നമുക്ക് അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ സമയം കിട്ടി. ചായയൊക്കെ കുടിപ്പിച്ചിട്ടാണ് വിട്ടത്. വെള്ളിയാഴ്ച ജുമാൻ്റെ മുമ്പായിരുന്നു മീറ്റിംഗ്. ഏതായിരുന്നാലും അതിന് കാരണക്കാരായ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവർക്ക് അള്ളാഹു ഹൈർ ചെയ്യട്ടെ. അവർ പറഞ്ഞു ഉസ്താദ് സംസാരിച്ച് നോക്കി, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പറഞ്ഞാൽ അദ്ദേഹത്തിന് ശരിയാവുള്ളൂ. അപ്പോൾ പല ഉസ്താദന്മാരും വന്നു പോയിട്ടുണ്ട്. അവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം ഒരുപക്ഷെ സ്വീകരിക്കാത്തതുകൊണ്ട് കൊണ്ടായിരിക്കും. ഒരുപക്ഷെ വലിയ പൈസ ഉണ്ട്, അദ്ദേഹത്തിന് ചെറിയൊരു പോർഷൻ മാറ്റി വെച്ചാൽ മതിയാവും. അങ്ങനത്തെ ഒരാളാണ്. ഒരുപക്ഷെ ജനങ്ങൾക്കൊരു ഹൈർ കിട്ടുന്ന കാര്യമല്ലേ, ഒന്ന് സംസാരിച്ചൂടെ എന്ന് നോക്കി ഞങ്ങൾ സ്വന്തം ചിലവ് തന്നെ പോയതാണ് ഇതിനു വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഹദീസ് വരുമ്പോൾ അത് ഓർമ്മ വരാണ്. ആ മനുഷ്യൻ ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹു ചോദിക്കുകയാണ്, എന്നോട് വേറൊന്നും ചോദിക്കൂല എന്ന് പറഞ്ഞിട്ട് ഇനിയും ചോദിക്കുകയാണോ? അപ്പോൾ പറഞ്ഞു, അള്ളാഹു എൻത റബ്ബുൽ ആലമീൻ, നീ ലോകരക്ഷിതാവല്ലേ പടച്ചോനെ, ഞാനിപ്പോൾ അങ്ങനെ ഇത് പോരാന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിലും നിനക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, നിനക്ക് തന്നൂടെ? അങ്ങനെ ആ മനുഷ്യൻ ആ വലിയ കൊട്ടാരത്തിലേക്ക് നീങ്ങുന്നു. അത് കഴിഞ്ഞ് ആളുകളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങുമ്പോൾ എനിക്കവിടേക്ക് പോകണം. ഉദ്ഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് കടന്നേക്കൂ എന്ന് പറയുമ്പോൾ അയാൾ പറയും, കൈഫ അദ്ഖുലുൽ ജന്ന വഖദ് നസല അന്നാസു മനാസിലഹും വഅഖദു അഖദാതിഹിം. പടച്ചോനെ, ഓരോരുത്തരും അവനവൻ്റെ കൊട്ടാരവും വീടും ലോകവും ഒക്കെ കൈയടക്കി വെച്ചിട്ടുണ്ടാവില്ലേ, എനിക്കവിടെ എന്തുണ്ടാവാനാ? ഞാൻ ഇപ്പോൾ ലാസ്റ്റായി പോയില്ലേ, ഇനി എനിക്ക് വല്ലതും അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു തആല പറയും, അതറുല്ലാ അൻ തകൂന ലക് മിഥ്ല മാ കാന ലിമലകിൻ മിൻ മുലൂക്കി ദുനിയ. ദുനിയാവിൽ ജീവിച്ചു പോയ ഏതെങ്കിലും ഒരു രാജാവിൻ്റെ രാജഭരണത്തിൻ്റെ ഏരിയ എത്രയായിരുന്നോ അത്ര തന്നാൽ നിനക്ക് സന്തോഷമാവോ എന്ന് ചോദിച്ചു. ഒരു രാജാവിനൊരു ടെറിറ്ററി ഉണ്ടാവുമല്ലോ. അദ്ദേഹം പറഞ്ഞു, റളീതു യാ റബ്ബ്, പടച്ചോനെ മതി മതി മതി, ധാരാളം. 5 സെൻറ്റ് 2 സെൻറ്റ് 3 സെൻറ്റ് ചോദിച്ചാലോട് നമുക്ക് 1 ഏക്കർ എടുത്തോന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അയാൾ പറഞ്ഞു, മതി റബ്ബേ, മതി മതി മതി. അല്ലാഹു പറയുന്നു, ലക ഹാദാ വമിഥ്ലഹു വമിഥ്ല, അതിൻ്റെ 3 ഇരട്ടി ഞാൻ തരാൻ പോവാണ്. പറഞ്ഞു, റളീതു യാ റബ്ബ്, പടച്ചോനെ സന്തോഷമായി. പറഞ്ഞു, വലക 10 അംസാലി, ആ 3 ഇരട്ടി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ 10 ഇരട്ടി. പടച്ചോനെ, ഐ റബ്ബി റദീത് ലക മഅ ഹാദാ മസ്സഹത് നഫ്സുക വലദ്ദത് ഐനുക. ഇനി ഇതുമല്ല, ഇനി നിനക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തരികയാണെന്ന് പറഞ്ഞു. യാ അല്ലാഹ്, ഇതാണ് സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സ്വർഗത്തിലെ സൗകര്യം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ മൂസ നബി അലൈഹി ഇസ്ലാമും അള്ളാഹു തമ്മിൽ നടന്നൊരു ഹിവാറും ഇങ്ങനെ തന്നെയാണ്. ഏറ്റവും ചെറിയൊരു മനുഷ്യൻ്റെ അവസ്ഥ അതാണ്. അപ്പം അതുകൊണ്ട് ദുന്യാവിൽ വീട് വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അതിന് കുറേ ബുദ്ധിമുട്ടണം. പൈസ അല്ലെങ്കിൽ കടം വാങ്ങേണ്ടി വരും. കടം വാങ്ങിയാലും പണി നന്നായിക്കൊള്ളുന്നില്ല. ഉള്ള പണി 1 കൊല്ലം കൊണ്ട് റിപ്പയർ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ദുന്യാവ് ടെൻഷനാണ്. ആഖിറത്തിലേക്ക് വമൻ സ്വല്ലാ ലില്ലാഹി 12 റക്അഅൻ തതവ്വുഅൻ, 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹു സ്വർഗത്തിൽ വീട് വെച്ചു കൊടുക്കും. അള്ളാഹ്ക്ക് വേണ്ടി ഒരു ചെറിയ മെഹ്റാബിൻ്റെ അത്ര ഉണ്ടാക്കി കൊടുത്താൽ അള്ളാഹ് സ്വർഗത്തിൽ കൊട്ടാരം തരും. ഓരോന്നിനും അള്ളാഹു നൽകുന്ന സറഅ അല്ലാഹു ലഹു നഖ്ല, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അത് ചൊല്ലുന്തോറും അള്ളാഹു സ്വർഗത്തിൽ അവർക്കൊരു ഈത്തപ്പനകൾ നട്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ സ്വർഗീയമായ ഈത്തപ്പന. ആ ഈത്തപ്പന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാൻഡും ആ സ്ഥലം നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെ സ്വർഗത്തിൻ്റെ വീട് കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ പിന്നെ വേഗം അത് സെക്യൂർ ചെയ്യുക.
ബാക്കി കൊണ്ട് ഇവിടുത്തെ നോക്കിയാൽ നല്ലത്. അല്ലെങ്കിൽ നിങ്ങളൊരു വീട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ അള്ളാഹുവിന് വേണ്ടി ഒരു വീട്, പടച്ചവന് വേണ്ടി മസ്ജിദ് ചെറുതെങ്കിലും അതിൻ്റെ കൂടെ വെച്ചു കൊടുക്കുക. അയ്യു അഹ്ലിൽ ജന്നത്തി അർഫഉ മൻസിലതൻ, ആരാണ് അല്ലാഹുവേ സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ളവർ? ഉഹദ്ദിഥുക അൻഹും, മൂസ നബിയെ ഞാൻ പറഞ്ഞു തരാം. ഗറസ്തു കറാമതഹും ബിയദി, ഞാൻ എൻ്റെ കറാമത്ത് എൻ്റെ കൈകൊണ്ടാണ് അവർക്ക് നൽകിയത് എന്ന് പറഞ്ഞ എൻ്റെ ബഹുമാനം. വഖതംതു അലൈഹ ഫലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തത്, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേൾക്കാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും ഉദിച്ചിട്ടില്ലാത്തതാണ് ഞാൻ അവർക്ക് കൊടുക്കാൻ പോകുന്നത്. വമിസ്താഖു ദാലിക ഫീ കിതാബില്ലാഹ് ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ, മനുഷ്യൻ്റെ കണ്ണഞ്ചുന്ന, കണ്ണിന് ഇഷ്ടപ്പെടുന്ന, അവരൊരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത സ്വർഗീയ സുഖങ്ങളാണ് അല്ലാഹു അവർക്ക് നൽകുന്നത്. ഇത് സ്വഹീഹ് മുസ്ലിമിൽ വന്ന റിവായത്താണ്. സുബ്ഹാനല്ലാഹ്. അതറല്ലാഹു അൻ യകൂന ലക മിസ്ലു മലികിൻ മിൻ മുലൂകി ദുനിയ, മിസ്ലു മുൽക്കി മലികിൻ മിൻ മുലൂകി ദുനിയ. അപ്പോൾ ഒരു ഞാൻ സ്വർഗ്ഗത്ത് കിടക്കട്ടെ എന്ന് ആ ചെറിയ സൗകര്യ, ദുനിയാവ് ആഖിറത്തിലെ സ്വർഗ്ഗത്തിലെ ഏറ്റവും ചെറിയ ലെവലിൽ കിടക്കുന്ന ആള് അള്ളാഹുവിനോട് ഞാൻ കിടക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ദുനിയാവിലെ രാജാവിൻ്റെ അത് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുമത്രേ അള്ളാഹുവിനോട്, അതസ്തഹ്സിഉ ബി വഅൻത റബ്ബുൽ ആലമീൻ. അത് പറയുമ്പോൾ നബി തങ്ങൾ ചിരിച്ചു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, സഹാബികളെ എന്നോട് ചോദിക്കും ഞാൻ എന്തിനാ ചിരിച്ചത്? അപ്പോൾ അവർ ചോദിച്ചു, എന്തിനാ തങ്ങൾ ചിരിച്ചത്? അപ്പോൾ പറഞ്ഞു, അള്ളാഹു ഇത് പറയുമ്പോൾ റബ്ബ് തആല ചിരിച്ചു, സുബ്ഹാന ജല്ല ജല, അതുകൊണ്ട് ഞാൻ ചിരിച്ചതാന്ന് തങ്ങൾ പറഞ്ഞു. എന്താണ് പറയണമെന്നറിയോ? പടച്ചവനെ, നീ എന്നെ കളിയാക്കുകയാണോ എന്ന്. ഞാൻ അവിടെ കിടക്കട്ടെ, എനിക്കൊരു ഇരിക്കാൻ സ്ഥലം വേണട്ടോ എന്ന് പറയുമ്പോൾ ദുനിയാവിലൊരു രാജാവ് ജീവിച്ചത്ര നിനക്ക് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയാണ്. ഒരു 10 റുപ്യ, ഒരു ഡെയിലി ഒരു മാസം 10 റുപ്യ നിങ്ങൾ റെസിപ്റ്റ് ചെയ്തിട്ട് വെച്ചോ, ഞാൻ 10,000 തരാമെന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? അത് കിട്ടൂല എന്നല്ലേ തോന്നുക? അപ്പോൾ എന്ന പോലെ ഈ മനുഷ്യന് തോന്നി അള്ളാഹ് കളിയാക്കുകയാണ്. അതസ്തഹ്സിഉ ബി, നീ എന്നെ കളിയാക്കണോ പടച്ചവനെ? വഅൻത റബ്ബുൽ ആലമീൻ, നീ ലോകരക്ഷിതാവല്ലേ, അങ്ങനത്തെ നീ എന്നെ കളിയാക്കണമെന്ന്. അപ്പോൾ അള്ളാഹു ചിരിച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റബ്ബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൻ്റെ അവകാശികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ കഴിവുകളും നമ്മുടെ ഇൽമും അമലും കുറവും നമ്മുടെ തെറ്റുകൾ വർദ്ധിച്ചതും ഒക്കെ അള്ളാഹുവിനറിയാം. അതൊക്കെ അള്ളാഹു പുറത്തു തരാൻ കഴിയുന്നവൻ. അല്ലാഹുമ്മ റഹ്മതുക അർജാ ലനാ മിൻ ദുനൂബിനാ വ മഗ്ഫിറതുക ഔസഅ മിൻ ദുനൂബിനാ വ റഹ്മതുക അർജാ ലനാ മിൻ അഅമാലിനാ. ഞങ്ങളുടെ തെറ്റുകളെക്കാളും വിശാലമാണല്ലോ റബ്ബേ നിൻ്റെ മഗ്ഫിറത്ത്, ഞങ്ങളുടെ അമലുകളെക്കാളും ഞങ്ങൾക്ക് ആശ നൽകുന്നത് റബ്ബേ നിൻ്റെ റഹ്മത്താണ്. അതുകൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് നീ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഹദീത്ത് 2 ഹദീത്ത് കൂടെ അഡീഷണൽ ബോണസാണ് മുമ്പ്. അത് ഇൻഷാ അല്ലാഹ് ആ ഹദീത്ത് അങ്ങ് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചു. 2 ഹദീത്ത് കൂടെ. അൻ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ എന്ന് പറഞ്ഞാൽ ജാബിർ ബിൻ അബ്ദുല്ലാഹി ബിൻ ഹറാം റളിയല്ലാഹു അൻഹുമ. ജാബിർ എന്നവരുടെ ഉപ്പയും സ്വഹാബിയാണ്. അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തഅകുലു ബിശ്ശിമാൽ ഫഇന്ന അശ്ശൈത്വാന യഅകുലു ബിശ്ശിമാൽ. നിങ്ങൾ ഇടത് കൈ കൊണ്ട് തിന്നരുതേ, പിശാച്ചാണ് ഇടത് കൈ കൊണ്ട് തിന്നുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്മാർ റൈറ്റ് ഹാൻഡഡ് ആയിരിക്കും, ലെഫ്റ്റ് ഹാൻഡഡ് ആയ ആളുകൾ അങ്ങനെ ആയിപ്പോകും. അറിയാതെ അവർക്ക് ലെഫ്റ്റേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ ചിലപ്പോൾ. അതിനെക്കുറിച്ചല്ല, അതും വലതിലേക്ക് മാറ്റണം പറ്റുമെങ്കിൽ. പക്ഷെ അല്ലാത്ത നോർമൽ സാധാരണഗതിയിൽ വെറുതെ ഇടത് കൈ കൊണ്ട് കഴിക്കുക എന്നത് ഒരു ശീലമായ പോലെ, പിശാച്ച് മനുഷ്യന് അതൊരു ഫാഷനായി കാണിച്ചു കൊടുത്ത പോലെ. ലാ തഅകുലൂ ബിശ്ശിമാൽ, നിങ്ങൾ ഇടത് കൈ കൊണ്ട് തിന്നരുതേ എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്ന അശ്ശൈത്വാന യഅകുലു ബിശ്ശിമാൽ, ഷിമാൽ കൊണ്ട് ഇടത് കൊണ്ടാണ് പിശാച്ച് തിന്നുന്നത്, അതുകൊണ്ട് നിങ്ങളത് ചെയ്യരുത് എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലി നോക്കൂ. അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു عن رسول الله صلى الله عليه وسلم قال لا تأكلوا بالشمال فإن الشيطان يأكل بالشمال. അടുത്ത ഹദീസും ജാബിർ തങ്ങൾ തന്നെ. عن جابر رضي الله عنه عن رسول الله صلى الله عليه وسلم قال إن بين الرجل وبين الشرك والكفر ترك الصلاة. നിസ്കാരം ഉപേക്ഷിക്കലാണ് കുഫറിൻ്റെയും ഒരു മനുഷ്യൻ്റെയും ഇടയിലുള്ള ആകെയുള്ള വ്യത്യാസം. മുസ്ലിം നിസ്കരിക്കും, കാഫിർ നിസ്കരിക്കൂല. ഇവിടെ നിസ്കാരം ഉപേക്ഷിക്കൽ കുഫറാണ് എന്ന ഒരു ആശയം അവിടെ വരുന്നുണ്ട്. അതൊന്ന് ശരിക്കും മനസ്സിലാക്കണം. നിസ്കാരം ഒരാൾ നിസ്കരിച്ചില്ല എന്ന് വിചാരിച്ച് ഇസ്ലാം എന്ന് പുറത്തു പോകും എന്ന് പറയാൻ പാടില്ലെന്നാണ്. കാരണം നിസ്കാരത്തിൻ്റെ വുജൂബ്, നിസ്കാരം വാജിബല്ല എന്ന് പറയൽ, അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നിസ്കരിക്കാതിരിക്കൽ, അത് കുഫറാണ്, ഇസ്ലാം എന്ന് പുറത്തു പോകും. നേരെ വെച്ച് നിസ്കരിക്കാൻ അത് വാജിബാന്ന് ഫർദാന്നൊക്കെ അറിയും, പക്ഷേ മടിയനാണ്, മടി പിടിച്ച് കിടക്കുകയാണ്. അങ്ങനത്തെ ഒരു മനുഷ്യൻ ചെയ്യുന്നത് വലിയ തെറ്റാണ്. ഒരു ഖാലിക്ക് വേണ്ട ശിക്ഷ നടപ്പാക്കാൻ പറ്റുന്ന തഅസീർ ചെയ്യണമെന്നാണ്.
തൗബ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കണമെന്നാണ്. അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. പക്ഷേ കുഫർ എന്ന് പറയോ, നിസ്കരിക്കാത്ത ഒരാൾ കാഫിറാന്ന് പറയോ, അത് പറയാൻ പാടില്ല. പക്ഷേ അയാൾ നിസ്കാരം നിർബന്ധമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അത് കുഫറാണ്. ശറയിൽ പ്രത്യക്ഷമായി അറിയപ്പെട്ട ഒരു നിർബന്ധമല്ലെന്ന് പറയുകയോ, ശറയിൽ അറിയപ്പെട്ട ഒരു ഹറാമല്ലെന്ന് പറയുകയോ വിശ്വസിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് കുഫറാണ്, ഇസ്ലാം എന്ന് പുറത്തു പോകും. ബൈനന വ ബൈനൽ കുഫ്രി തർക്കുസ്വല, അങ്ങനെ ഹദീത്തുണ്ട്. നമ്മളും കുഫറും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരത്തിൻ്റെ വിഷയത്തിലാണ്. നിസ്കാരം ഒഴിവാക്കുന്നത് അത്രമേൽ ഗുരുതരമാണ് എന്നാണ് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നിലനിർത്തുന്നവരാക്കി അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും മക്കളെയും തലമുറയെയും അള്ളാഹു അങ്ങനെ മാറ്റിത്തരട്ടെ. ആമീൻ. ഇന്ന ബൈന റജുലി വ ബൈന ശിർക്കി വൽ കുഫർ, ഷിർക്കും കുഫറും ഒരു മനുഷ്യനും തമ്മിൽ ഇടയിലുള്ള വ്യത്യാസം തർക്കുസ്വല, നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് തന്നെ. നിസ്കരിക്കാത്തൊരു മനുഷ്യനും മുസ്ലിം പിന്നെ എന്ത് ബന്ധം? നിസ്കാരം ഒഴിവാക്കലാണ് വിഷയം. നിസ്കാരം ഒഴിവാക്കൽ ഗുരുതരമായ തെറ്റാണ്, ഇത് കുഫറിലേക്ക് വരെ പോകുന്ന തെറ്റാണ് എന്ന ഗൗരവം അറിയിക്കുകയാണ് ഹദീസിലൂടെ. പിന്നെ